ചെയ്യും. ഞാൻ അതിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വചനം എന്ത് സംസാരിക്കണം എന്റെ സാക്ഷ്യമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ തന്നെ എന്ത് വചനം സംസാരിക്കണം എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കർത്താവ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ച അതേ വചനം തന്നെ സംസാരിപ്പാൻ എന്നെ ഓർമ്മപ്പെടുത്തി. അപ്പൊ ഞാൻ ജോയിൻ ചെയ്ത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് അപ്പുറത്തൊന്നും എനിക്ക് അറിയത്തില്ല. ആന്റി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ച അതേ ദൈവവചനം തന്നെ വീണ്ടും ആവർത്തിക്കുവാനിടയെ അതെനിക്ക് പരിശുദ്ധാത്മാവിന്റെ നിയോഗമായി ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വീണ്ടും ആ ശ്രദ്ധ ക്ഷണിക്കുവാണ്. അവിടെ നമ്മൾ സംസാരിച്ച് കേട്ടു മറിയയുടെയും മാർത്തയുടെയും ലാസറിന്റെയും അനുഭവം. എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ഭാഗമൊക്കെ കുറച്ചധികം ധ്യാനിക്കുവാനൊക്കെ ഇടയായി തീർന്നത് എന്റെ ജീവിതത്തിൽ ഞങ്ങള് 3 സഹോദരങ്ങളാണുള്ളത്. അപ്പൊ എനിക്ക് മൂത്തത് ഒരു ചേച്ചിയുണ്ട്, രണ്ടാമത്തെ ഞാന്, ഇളയതൊരു ബ്രദറുണ്ട്. ഞങ്ങൾ 3 പേരും ഒരു പാസ്റ്റർ മക്കളായിട്ട് ഞങ്ങൾ ജനിക്കപ്പെട്ടത്. അപ്പം എന്റെ സഹോദരനും എന്റെ സഹോദരിക്കും ഇല്ലാത്ത അനുഭവങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയ സാഹചര്യത്തില് പലരും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായി. ആ സാഹചര്യത്തില് എനിക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി, ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നോട് ചോദിക്കുമായിരുന്നു, ചേച്ചിക്കും അന്യനും ഇല്ലാത്ത അവസ്ഥകൾ എന്തുകൊണ്ടാണ് നീ കടന്നു പോകേണ്ട അവസ്ഥകൾ വരുന്നത്? മറ്റാർക്കും ഇല്ലാത്ത അനുഭവം എന്തുകൊണ്ടാണ് നീ കടന്നു പോകുന്നത്? നിന്റെ കുടുംബത്തിൽ ആർക്കും ഇങ്ങനെ ഒരു അനുഭവം ഇല്ലല്ലോ എന്ന് പറയാനിടയായി തീർന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് അത് ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒത്തിരി ചിന്തകളായി. അത് മാത്രമല്ല ഒത്തിരി വേദനിക്കപ്പെടുവാനിടയായി. കാരണം വളരെ ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിയാ ആ ചോദ്യം ചോദിക്കുവാനിടയായത്. ഞാൻ ഓടി വന്ന് എനിക്ക് പോകാൻ മറ്റൊരിട ഇല്ലായിരുന്നത് കൊണ്ടും ദൈവത്തിന്റെ സന്നിധി എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടും, മനുഷ്യൻ എനിക്ക് ഇല്ലായിരുന്നു, പക്ഷെ ദൈവസന്നിധി എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടി ചെന്നിരുന്ന് ദൈവത്തോട് ഞാൻ ഈ ചോദ്യം ചോദിക്കാനിടയായി. കർത്താവേ, എന്റെ സഹോദരങ്ങൾക്ക് ഇല്ലാത്ത അവസ്ഥകൾ എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നേ? ഞാൻ എന്തുകൊണ്ട് ഈ അവസ്ഥകളിലൂടെ ഒക്കെ കടന്നു പോകുന്നേ? ഈ വേദനയൊക്കെ ദൈവസന്നിധിയിൽ പങ്കുവച്ചപ്പോൾ പെട്ടെന്നൊന്നും കർത്താവ് എനിക്ക് ഉത്തരവൊന്നും തന്നില്ലെങ്കിലും പിന്നീട് പരിശുദ്ധാത്മാവ് എന്നെ ഈ വേദഭാഗം വായിക്കാൻ ഓർമ്മപ്പെടുത്തി. അവിടെ 3 സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും, മാർത്ത, മറിയ, ലാസർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മാർത്തയെ പറ്റിയോ മറിയെ പറ്റിയോ അല്ല, അധികമായി ഞാൻ ലാസറിനെ പറ്റി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ആ ഗ്രാമം തന്നെ അറിയപ്പെടുന്നത് മറിയയുടെയും മാർത്തയുടെയും പേരിലാ. ഇപ്പോൾ അങ്ങനെ അറിയപ്പെടുന്നു എങ്കിൽ അത് മാത്രമല്ല, ഈ കുടുംബത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. അവർ ദൈവത്തെ സ്നേഹിച്ച ഒരു കുടുംബമാ. അവരുടെ റിസോഴ്സസ്, ഈ മറിയാണ് പരിമള തൈലം കൊണ്ട് യേശുവിന്റെ കാൽപാദം കഴുകി തുവർത്തിയതൊക്കെ നമുക്ക് ഈ ഭാഗങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ബഥാനിയിൽ എന്റെ ചിന്തയിൽ കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ബഥാനിയിൽ എപ്പോഴൊക്കെ യേശു വന്നിട്ടുണ്ടോ അവിടെയോ, അപ്പൊ ആ സമയത്തൊക്കെ യേശു വിസിറ്റ് ചെയ്ത ഒരു ഭവനമായിരിക്കാം മറിയയുടെയും മാർത്തയുടെയും കുടുംബം. അപ്പൊ അവരുടെ ഭവനം അവർ യേശുവിന് വേണ്ടി തുറന്നു കൊടുത്തു. മാർത്തയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പലതിനെ ചൊല്ലി വിചാരപ്പെട്ടതാണെങ്കിൽ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ, മറുഭാഗത്ത് ചിന്തിക്കുമ്പോൾ അവൾ മിനിസ്ട്രി ഓറിയന്റഡ് ആയിട്ട് വിചാരമുള്ളവളായിരുന്നു. അതായത് വരുന്നവർക്കൊക്കെ ആഹാരം കൊടുക്കണം, അവരെ പറ്റിയുള്ള ശുശ്രൂഷപരമായിട്ടുള്ള ആകുലതകളും ചിന്തകളും അവൾക്കുണ്ടായെന്ന് കാണാൻ കഴിയും. അപ്പൊ കർത്താവിനെ ശുശ്രൂഷിക്കുവാനും ആഹാരം ഉണ്ടാക്കി കൊടുക്കുവാനും അല്ലെങ്കിൽ ഭവനം ഒക്കെ തുറന്നു കൊടുക്കുവാനൊക്കെ സന്നദ്ധ കാണിച്ച ഒരു കുടുംബം. 3-മതായി മറിയ എപ്പോഴും യേശുവിന്റെ കാൽപാദത്തിൽ ഇരുന്ന കുടുംബം. നമുക്കറിയാം, ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കർത്താവിനെ സ്നേഹിക്കുമ്പോഴും കർത്താവിനെ അടുത്തറിയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചോദ്യങ്ങൾ വരും. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, എന്റെ അധ്വാന ഫലം ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി ചെലവിടുന്നു, എന്റെ ഭവനം ഞാൻ പ്രാർത്ഥനകൾക്കായി തുറന്നു കൊടുക്കുന്നു, എന്നിട്ടും എന്താ കർത്താവ് എന്റെ ജീവിതത്തിൽ ഈ പ്രയാസങ്ങൾ കടന്നു വരുന്നത്? എന്നിട്ടും എന്താ കർത്താവ് ഞാൻ മാത്രം ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത്? ഇങ്ങനത്തെയുള്ള പല ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ടു, 1 പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ പ്രാർത്ഥനകളിലൂടെയൊക്കെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്തരങ്ങൾ വൈകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രയാസവും ഒക്കെ അനുഭവപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാവാം. എന്തുകൊണ്ടാണ്? യേശുവിന്റെ അമ്മ മറിയ കൃപ ലഭിച്ചവളാ. നമുക്ക് എല്ലാവർക്കും കർത്താവിനെ അറിയാൻ കൃപ ലഭിച്ചവരാ. യേശുവിന്റെ അമ്മ മറിയയ്ക്ക് ഉദരത്തിൽ കർത്താവിനെ ചുമക്കുവാൻ കൃപ ലഭിച്ചുവെങ്കിൽ നമുക്ക് ഹൃദയത്തിൽ കർത്താവിനെ ചുമക്കുവാൻ കൃപ ലഭിച്ചു. അങ്ങനെ കൃപ ലഭിച്ചവരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമാണ് ഉണ്ടാകുക. കൃപ ലഭിച്ചവരുടെ ജീവിതത്തിൽ എപ്പോഴും സമാധാനവും അല്ലെങ്കിൽ എല്ലാം തികഞ്ഞൊരു ജീവിതമാണ് ഉണ്ടാകുക. അല്ല, കൃപ ലഭിച്ച മറിയ സ്വന്തം മകനെ ഉദരത്തിൽ ചുമന്ന യേശു
യേശു ലോകത്തിന്റെ രക്ഷിതാവാണെങ്കിൽ മറിയയ്ക്ക് അവൻ മകൻ തന്നെയായിരുന്നു. ആ യേശുവിനെ ഉദരത്തിൽ ചുമന്ന മറിയ പിന്നീട് കണ്ടത് ഉദരത്തിൽ ചുമന്നെങ്കിലും പിന്നീട് കണ്ടത് ഒരു ക്രൂശീകരണത്തിന് സാക്ഷ്യം വഹിക്കേണ്ട അവസ്ഥകളിലേക്ക് വന്നു. അത് മനുഷ്യർക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത, അത് അധികം വേദനയുള്ളതാ. അങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ ആ മറിയ കടന്നു പോകേണ്ടി വന്നു. അപ്പൊ കൃപ ലഭിച്ചു എങ്കിൽ, കൃപ ലഭിച്ചവർ കടന്നു പോകുന്ന അവരുടെ യാത്രകളും അല്ലെങ്കിൽ അവരുടെ ജീവിതവും വളരെ പ്രയാസമുള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ആ മറിയയുടെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഈ ഭവനവും കർത്താവിനോട് അടുത്തിരുന്ന, കർത്താവിനെ സ്നേഹിച്ച, കർത്താവിനെ ചേർത്ത് പിടിച്ച, ദൈവത്തെ സ്നേഹിച്ച ഒരു കുടുംബമാണ്. അത് മാത്രമല്ല, ഇവര് ദൈവത്തെ സ്നേഹിച്ചതുപോലെ തന്നെ കർത്താവും അവരെ സ്നേഹിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. ആ ഇവിടെ കാണുന്നുണ്ട്, ലാസർ ദീനം പിടിച്ചു കടന്നു. ഈ ലാസർ ദീനം പിടിച്ചു കടന്നത് മാർത്തയും മറിയും ഒക്കെ യേശുവിനെ ആളയച്ച് അറിയിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് കാണേണ്ട ഒരു കാര്യം, ആ സഹോദരന്മാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞു. ഒന്ന് മാർത്ത മറിയ അവർ കർത്താവിനെ സ്നേഹിച്ചു, അതുപോലെ തന്നെ കർത്താവ് തിരിച്ചു സ്നേഹിച്ചു എന്ന് കാണാൻ. ഒന്ന് പ്രിയമായവൻ, ലാസർ യേശുവിന് പ്രിയപ്പെട്ടവനായിരുന്നു. അതുപോലെ തന്നെ യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവത്തിന് മഹത്വപ്പെടേണ്ടതിനും ദൈവത്തിന് മഹത്വത്തിനായിട്ടും അത്രയെന്ന് പറഞ്ഞു. യേശു മാർത്തയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. അപ്പൊ യേശു സ്നേഹിച്ച ഒരു കുടുംബം, യേശുവിനെ സ്നേഹിച്ച കുടുംബം, ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് ഇപ്പോൾ രോഗത്തിന്റെ അവസ്ഥ കടന്നു വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് ഇപ്പോൾ മരണത്തിന്റെ അവസ്ഥകൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ കൃപ ലഭിച്ചവർക്ക് ജീവിതത്തിൽ പ്രയാസം ഉണ്ടാവത്തില്ലേ? തീർച്ചയായും പ്രയാസം ഉണ്ടാവും. എന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ, ഞാനൊരു പാസ്റ്റർ മകളായിട്ട് ജനിച്ച എന്റെ പപ്പ ഇപ്പോൾ മീനങ്ങാടിയിലെ AG ചർച്ചോട് അനുബന്ധിച്ച് ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ ആ ചർച്ചിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നതും ദൈവവചനം പങ്കുവയ്ക്കുന്നത്. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു പാഴ്സനേജിൽ സാധാരണ ഒരു ദേവദാസന്റെ മകളായിട്ട് ജനിച്ചു ഞങ്ങൾ 3 സഹോദരങ്ങളാണ്. ഞാൻ ജനിച്ചത് പോലും ദൈവത്തിന്റെ വലിയ അത്ഭുതമായി തീർന്നെന്ന് പറയാൻ കഴിയും. കാരണം അന്ന് ആഹാരങ്ങളോ ഒന്നും കഴിക്കാനുണ്ടായിരുന്നില്ല. എന്റെ മമ്മി എന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ കഴിക്കാനായിട്ട് ആഹാരം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ അന്ന് സീസണലായിട്ടുണ്ടാവുന്ന മാങ്ങ കഴിക്കുമായിരുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും വിശ്വാസികളൊക്കെ ഇടയ്ക്ക് വീട്ടിൽ ക്ഷണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കിട്ടുന്ന ആഹാരമൊക്കെ കഴിക്കും. അങ്ങനെ അല്ലാതെ ഇന്ന് ആൾക്കാർ കഴിക്കുന്ന പോലെ 5 പോർഷൻസോ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അല്ലെങ്കിൽ അങ്ങനത്തെ ആഹാരം ഒന്നും അന്ന് കഴിക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പലരുടെയും ടെസ്റ്റിമണികൾ കേട്ടിട്ടുണ്ട്. ജനിച്ചപ്പോൾ പ്രീ ടേം ആയിട്ട് ജനിച്ചെന്ന്, ആഹാരം കഴിക്കാനില്ലാത്തതിന്റെ ബുദ്ധിമുട്ട്, വളരെ ചെറിയ തൂക്കമൊന്നും ഇല്ലായിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് ഒരേ സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തിത്വങ്ങളെ ആണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ വ്യത്യസ്തത കാണിക്കുന്ന ദൈവമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ദൈവം എന്റെ കാര്യത്തിൽ കാണിച്ചതെന്ന് പറയുന്നത്, ഒരു തൂക്കത്തിനൊരു കുറവില്ലാതെ 4 കിലോ ആയിട്ടാണ് ഞാൻ ജനിച്ചത്. ഇന്ന് ഞാൻ പല എയർപോർട്ട്സിലൊക്കെ പോയി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ പലപ്പോഴും എനിക്ക് ആവറേജ് ഇപ്പോൾ ഹൈറ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും അതേപോലെ വണ്ണമൊക്കെ നന്നായി തന്നെയുണ്ട്. അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കും, എന്തുവാ സ്പോർട്സ് പേഴ്സൺ ആണോ, അല്ലെങ്കിൽ എന്തോ നിന്റെ പൊക്കത്തിന് ഇങ്ങനെ രഹസ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അപ്പനും അമ്മയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ കരുതിയത് ദൈവമാ. മനുഷ്യരുടെ മുമ്പിൽ ചോദിക്കുവാനോ ഒന്നും ഇല്ലായിരുന്നത് കൊണ്ടും കർത്താവ് പോറ്റിയത് കൊണ്ടും ജനനത്തിങ്കൽ തന്നെ കർത്താവ് ഒരു അത്ഭുതമാക്കി തീർന്നു. ചെറിയ പ്രായത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ ബാറ്റിൽ ചെയ്യേണ്ട അവസ്ഥകൾ വന്നു. പക്ഷെ എങ്കിലും അതൊന്നും പല കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല എങ്കിലും മാതാപിതാക്കൾ പിന്നീട് ദേവദാസന്മാരൊക്കെ ആലോചന പറയുമ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ മാതാപിതാക്കളൊക്കെ പങ്കുവച്ചു, മരണത്തിന് അടുത്ത് വരെ ഈ കൊച്ചിനെ തിരിച്ചു കൊണ്ടുപോക്കോ, ഇത് ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിലൊക്കെ ദൈവം എന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ ഇടയായി തീർന്നു. എന്റെ ജീവിതം അങ്ങനെ സന്തോഷത്തോടെ പോയി. ചെറിയ പ്രായം മുതൽ ചർച്ചില് പാവിരിക്കുന്നത് പോലെ, കസാര ഇടുന്നത് പോലെ, ടോയ്ലറ്റ് കഴുകുന്നത് പോലെ എല്ലാ കാര്യങ്ങളും, അതുപോലെ ഉപവാസ പ്രാർത്ഥനയുണ്ടെങ്കിൽ പാസ്റ്റർ മകളായതുകൊണ്ട് നമുക്ക് ഒഴിവുകളൊന്നും ഉണ്ടാവില്ലല്ലോ. ഉപവാസ പ്രാർത്ഥനയ്ക്ക്, ആരാധനയ്ക്ക് എല്ലാം നന്നായി അതിനോടൊക്കെ ചേർന്ന് പോയിരുന്ന ഒരു സാഹചര്യമാ. എന്നാൽ ഞാൻ വലിയ അധികം പഠിക്കത്തൊന്നുമില്ല. ഇന്ന് ഏതെങ്കിലും മാതാപിതാക്കളോ എന്നെ കേൾക്കുന്നെങ്കിൽ, കുഞ്ഞുങ്ങളുടെ വിഷയമായിട്ട് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടും കൂടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ സാക്ഷ്യമാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസത്തിന് കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അധികം പഠിക്കാത്ത എന്റെ സഹോദരിയെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ അധികം പഠിക്കുകയോ ഒന്നും ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി
പക്ഷെ എപ്പോഴൊക്കെയോ എന്റെ ഹൃദയത്തിനകത്ത് ദൈവം പ്രാർത്ഥന കേൾക്കുന്നവന്, നമ്മൾ ചർച്ചിലൊക്കെ പോയിരിക്കുമ്പോഴും അധികം ഒന്നും ശ്രദ്ധിച്ചിരുന്നൊരു സമയം ഒന്നായിരുന്നില്ല, ആ ഓളത്തിനൊത്ത് പോയിരുന്ന സാഹചര്യമാണ്. പക്ഷെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണെന്ന് ദൈവത്തെ ദൈവത്തെ വചനത്തിലൊരു ദൈവവചനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ടല്ലോ, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ആ വാക്യം പലപ്പോഴും എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് ദൈവസന്നിധിയിലോട്ട് അടുത്തിരുന്നു കൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിലൊക്കെ കർത്താവിനെ അനുഭവിക്കുവാൻ എന്റെ ജീവിതത്തിൽ കർത്താവ് ഭാഗ്യം നൽകുക തന്നെ ചെയ്തു. എന്റെ പഠനത്തോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, അധികം പഠിക്കുകയോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ വ്യക്തിയായിരുന്നു എങ്കിൽ ദൈവസ്ഥാനത്തിൽ കർത്താവിനോട് എന്റെ ആഗ്രഹങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിന്റെ ബുദ്ധിയെ തുറക്കാൻ തുടങ്ങി. ഞാൻ പത്രങ്ങളൊക്കെ എടുത്തു വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ എന്റെ പേര് പത്രത്തിൽ വരണം. എന്റെ സഹപാഠികളൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു, നീ മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒബിറ്ററി ആ പേജിൽ ആയിരിക്കും നിന്റെ സാക്ഷ്യം അല്ലെങ്കിൽ നിന്റെ ഫോട്ടോ വരുന്നുണ്ടാവുക. പക്ഷെ അതും ഞാൻ ഇന്നും ഓർക്കുന്നു, മലയാള മനോരമ പത്രം എടുത്തു വെച്ച് ഞാൻ പ്രാർത്ഥിക്കും, യേശുപിച്ച എന്റെ ഫോട്ടോയും എന്റെ പേരും ഒക്കെ പത്രത്തിൽ വരണം. ഇന്ന് ദൈവത്തിന്റെ കൃപയാല് 5ലധികം തവണയായിട്ട് പല സമയങ്ങളിലായിട്ട് എന്റെ പിക്ചേഴ്സും അതേപോലെ ഓരോ അച്ചീവ്മെന്റ്സിന്റെ പേരിൽ എന്റെ ഇത് ന്യൂസ് വരുവാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. ഞാൻ ഇത് എന്നെ ഒന്ന് ഊന്നി പറയുവാനല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്റെ ജീവിതത്തിൽ എന്റെ ലിമിറ്റേഷൻസിൽ ഞാൻ കർത്താവിനെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്തു. ഞാൻ ഇന്ന് മാസ്റ്റേഴ്സ് ഓഫ് സോഷ്യൽ വർക്ക് കഴിഞ്ഞ സോഷ്യൽ വർക്കറായിട്ട് ജോലി ചെയ്യായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പിന്നെ വീണ്ടും ഒരു മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷനും എടുക്കാൻ കർത്താവ് കൃപ ചെയ്തു. ഒന്നും പഠിക്കില്ലായിരുന്ന എനിക്ക് യൂണിവേഴ്സിറ്റി ടോപ്പർ വരെ എത്തുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. ഇതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ പങ്കുവയ്ക്കുന്നത് എന്നേ ഉള്ളൂ. അതിനുശേഷമാണെങ്കിൽ പിന്നീട് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും കർത്താവ് എന്നെ സഹായിച്ചു. എന്നാൽ എന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ പ്രയാസങ്ങൾ കർത്താവ് എന്നെ കണ്ടതുകൊണ്ടും കർത്താവ് എന്നെ സ്നേഹിച്ചത് കൊണ്ടും കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയാൻ കഴിയും. കാരണം എല്ലാം നന്നായി പോയിരുന്ന പേരൻസിന്റെ ഒക്കെ ഒരു ഷെൽട്ടേർഡിൽ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും വലിയ കുഴപ്പമില്ലാതെ കടന്നു വരുന്നു. 2017 എന്റെ വിവാഹം നടന്നു. 2018 എന്റെ ജീവിതത്തിൽ ഞാൻ പ്രഗ്നൻസിയുടെ അവസ്ഥകളിലൂടെ കടന്നു പോകാൻ ഇടയായി തീർന്നു. എല്ലാം സുഖമായി പോയി എന്ന് ചിന്തിച്ചിരുന്ന എന്റെ ജീവിതത്തിലേക്ക് വലിയൊരു പ്രയാസത്തിന്റെ അവസ്ഥ കടന്നു വരുവാൻ ഇടയായി തീർന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കും കുശവന്റെ ചക്കിന്റെ അവസ്ഥകൾ, നമ്മൾ പലപ്പോഴും കർത്താവിനെ പണിയുക, കർത്താവിനെ മെനയുക എന്നൊക്കെ ചിന്തിക്കുവാൻ ഇടയാകാറുണ്ട്. എന്നാൽ കർത്താവ് എപ്പോഴും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ആഴം ഒന്ന് ചിന്തിക്കണം. കർത്താവ് നല്ല മണ്ണിനെ മാത്രമേ തന്റെ പണിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ ഒരിക്കലും എനിക്ക് അവന്റെ ചക്കിൽ ഇരിക്കാൻ പോലും യോഗ്യത ഉണ്ടായിരുന്നില്ല. കാരണം അത്രമേൽ ഞാൻ ചിന്തിച്ചിരുന്നത്, ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ, വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ, വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പൊ ഞാൻ വലിയ കുഴപ്പമൊന്നും ഇല്ല, അത് കാരണം തന്നെ ഞാൻ കർത്താവിനോട് അടുത്തിരിക്കുക എന്ന് ചിന്തിച്ച ഒരു സാഹചര്യമായിരുന്നു എന്റെ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ ഹൃദയം കൊണ്ട് ഞാൻ കർത്താവിന് അകന്ന് ജീവിച്ചവളായിരുന്നു. ഞാൻ അങ്ങനെ ആയിരുന്ന സാഹചര്യങ്ങളിൽ ഞാൻ പറയല്ലോ, നമ്മൾ പറമ്പിൽ കിടക്കുന്ന മണ്ണ് പലപ്പോഴും നിങ്ങൾക്ക് എന്നെ കാണാൻ ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ കറണ്ടിന്റെ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. പറമ്പിൽ കിടക്കുന്ന മണ്ണ് പലപ്പോഴും ചിന്തിക്കും, മഴ വന്ന് വീഴുമ്പോഴും കന്നുകാലികൾ കയറുമ്പോഴും മണ്ണ് ചിന്തിക്കുന്നത് ഞാൻ കുശവന്റെ ചക്കിൽ ഇരിക്കുവാന്ന. പക്ഷെ കുശവന്റെ ചക്കിൽ ഇരിക്കാൻ പോലും നമുക്കൊരു സമർപ്പണം ആവശ്യമാണ്. എന്നാൽ എന്റെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ച ദൈവം പലപ്പോഴായി ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു, ദൈവമെന്നെ പണിയുകയാ, ദൈവമെന്നെ മെനയുക എന്നാ ഞാൻ ചിന്തിച്ചിരുന്നത്. എന്നാൽ വാസ്തവമായി കുശവന്റെ ചക്കിലേക്ക് ഇരിക്കണമെങ്കിൽ പോലും അവിടെയും ഒരു സമർപ്പണം വേണമെന്ന് ഞാൻ അറിഞ്ഞത് 2018 അവസ്ഥയിലാണ്. ഞാൻ പ്രഗ്നൻസി ദുബായിലായിരുന്നു. ആ സാഹചര്യത്തിൽ എല്ലാം സ്മൂത്ത് ആയി നടന്നിട്ട് സ്കാനും എല്ലാം നോർമൽ ആയിരുന്നു. എന്നാൽ 2018 അവസാനം സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരാനിടെ പ്രഗ്നൻസിയുടെ ഡെലിവറിയോടനുബന്ധിച്ച് അങ്ങനെ കടന്നു വന്ന സാഹചര്യത്തിൽ പിറ്റത്തെ ദിവസം ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുമായിരുന്നു. ഒരു ദേവദാസൻ, എനിക്ക് പരിചയമില്ലാത്തൊരു ദേവദാസൻ കടന്നു വന്ന് എന്റെ അടുത്തേക്ക് നടന്നു വന്ന് അദ്ദേഹം വന്ന് ആലോചന പറയാനിടയാ, ഞാൻ നിന്നെ ഭയപ്പെടുത്താൻ പറയില്ല, എന്നാൽ നീ ജീവിതത്തിൽ ഇനി ഒരു മരണത്തിന്റെ താഴ്വരയിലൂടെ കടന്നു പോകേണ്ടി വരും. നീ ഇനി കടന്നു പോകുമ്പോൾ നീയും ജീവിച്ചിരിക്കരുത്, നിന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞും ജീവിച്ചിരിക്കരുത് എന്നൊരു വലിയ യുദ്ധം ആത്മമണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകാൽ പ്രാർത്ഥിക്കണം, ഉപവാസം ഇരിക്കണം, അങ്ങനെ പറയാനിടയായിരുന്നു. കേട്ട എല്ലാ ദൈവജനത്തിനും എല്ലാവരും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാനിടയായി. പിന്നീട് ഇരു കുടുംബങ്ങളും ഉപവാസം ഇരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം സെപ്റ്റംബർ ആ ദേവദാസന് പ്രകാരം പറയാൻ ഡ്യൂ ഡേറ്റ് October 16 ആയിരുന്നു. അത് ഞങ്ങൾക്ക് അടുത്ത കുടുംബത്തിന് മാത്രമേ അറിയുള്ളൂ. എന്നാൽ ആ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, നിന്റെ October 16 മുന്നേ നിന്റെ പ്രസവം നടക്കും. അതിനുശേഷം നീ ഒരു ദൂരയാത്ര ചെയ്യേണ്ടി വരും.
അതൊരു ഭാരത്തിന്റെ അവസ്ഥകൾ ഉണ്ടായിരുന്നാലും എവിടേക്കോ അത് എൻഡ് ഓഫ് ദി ടണൽ ലൈറ്റ് ഉണ്ടെന്നുള്ള ഒരു ബോധ്യം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ദൈവം ധൈര്യത്തോടെ നിർത്തി. എല്ലാവരും പ്രാർത്ഥിച്ചു. സെപ്റ്റംബർ 28 ആയപ്പോഴത്തേക്കും കട്ടിലേന്ന് ചെരിഞ്ഞ് കിടന്നപ്പോൾ എന്റെ ഫ്ലൂയിഡ് ബ്രേക്ക് ആയി. എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി. എന്നെ ഇൻഡ്യൂസ് ചെയ്തു. എന്നാൽ എനിക്ക് പെയിൻ ഉണ്ടായില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്കും എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി എന്നെ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കുവാനിടയായി തീർന്നു. കൊച്ചിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. കർത്താവേ, ജീവനോടെ എന്റെ തലമുറ എനിക്ക് നൽകിയതിനായി ദൈവത്തിന് നന്ദി പറയുവാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ റൂമിൽ എന്നെ ഒത്തിരി നേരം ഒബ്സർവേഷൻസ് റൂമിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ വലിയ സ്വാഡിലായിട്ട് കുഞ്ഞിനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. വളരെ ആകാംക്ഷയോടുകൂടി ഞാൻ പൊതി അഴിച്ചു നോക്കിയപ്പോൾ അവൾക്ക് കാലിക്കിപ്പൊട്ട് അവളുടെ ക്ലബ് ഫീറ്റ് ആണെന്ന് കാണുക. രണ്ട് കാലും എക്സ്ട്രീം ക്ലബ് ഫീറ്റ്. അതുപോലെ തന്നെ അവളുടെ റൈറ്റ് ഹാൻഡിൽ മുട്ടിനേക്ക് ഇപ്പോട്ട് സ്കിൻ ഇല്ലാത്ത അവസ്ഥ. ഒരു ചേന എങ്ങനെ ചെത്തി വെച്ചാൽ ഇരിക്കും അതുപോലെ തന്നെ ഞരമ്പുകളൊക്കെ ഇങ്ങനെ തടിച്ച് ചെത്തി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ, അതുപോലത്തെ ഒരു അവസ്ഥ. അതുപോലെ തന്നെ അവളുടെ തലയില് മുടി ഉണ്ടായിരുന്നില്ല. അവള് ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ചുരുട്ടി കൈ പിടിക്കത്തുള്ളൂ. എന്റെ കുഞ്ഞപ്പം ഇങ്ങനെ വിടർത്തിയ കൈ പിടിക്കത്തുള്ളായിരുന്നു. അതുപോലെ പിന്നീട് കണ്ടെത്തിയൊക്കെ ഹാർട്ടിന് ഹോൾ ഉണ്ടെന്ന് കണ്ടെത്തി. അതുപോലെ പ്രൊജക്ടൈൽ ആയിട്ടുള്ള വോമിറ്റിംഗ് ആയിരുന്നു. ഓരോ ഫീഡ് കഴിയുമ്പോഴത്തേക്കും അവൾ ഇരട്ടി അധികം ഛർദ്ദിക്കുന്ന അവസ്ഥകള്. അത് മാത്രമല്ല പിന്നീട് കണ്ടെത്തി എന്റെ കുഞ്ഞിന് മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും, സ്പീച്ചിന് ഡിലേ ഉണ്ടാവും. ഇതെല്ലാം പറയാൻ ഇടയായിത്തീർന്നു. ചുരുക്കി പറഞ്ഞാൽ ഒത്തിരി ഡോക്ടേഴ്സിന്റെ പേരിൽ പറഞ്ഞ ഒത്തിരി ഹ്യൂമൻ ലിമിറ്റേഷൻസും ഒത്തിരി ലിമിറ്റേഷൻസിന് ഞാൻ ഫേസ് ചെയ്യേണ്ട അവസ്ഥകൾ വന്നു. ഞാനൊരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഞാൻ എപ്പോഴൊക്കെയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ, ഞാൻ പഠിച്ച തിയറീസോ ഒന്നുമല്ല, ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തെ വെളിപ്പെടുത്തണമേ, അത് നിമിത്തമുള്ള അത്ഭുതങ്ങൾ എന്നെ കാണിക്കണമേ എന്നൊക്കെ എപ്പോഴൊക്കെയോ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഞാൻ പഠിച്ച എന്റെ തിയറികളോ എന്റെ കൗൺസിലിംഗിന്റെ സ്കിൽസ് ഒന്നും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇട വന്നില്ല. ഞാൻ വലിയ എക്സ്ട്രീം ആയിട്ടുള്ള ഡിപ്രഷനിലേക്ക് പോയി. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ആദ്യത്തെ കുഞ്ഞാകുമ്പോൾ ഒത്തിരി എക്സ്പെക്ടേഷനിലോട് കൂടിയായിരിക്കും പ്രഗ്നൻസിയും ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടായിരിക്കും ഇരിക്കും. ഞാൻ ദുബായിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്, ട്രാഫിക്കിൽ കിടക്കുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്, എനിക്കും ഒത്തിരി മുടി ഉണ്ടായിരുന്ന ആ സമയത്ത്. എനിക്ക് നല്ല തല നിറയെ മുടിയുണ്ട്, അതുപോലെ എന്റെ ഹസ്ബൻഡിന് മുടിയുണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് ജനിക്കുന്ന കുഞ്ഞിന് ഒത്തിരി മുടി ഉണ്ടാകുമെന്ന്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എന്തുണ്ടായാലും നമുക്ക് തന്ന ദൈവമാ. അത് നമുക്ക് ഇനി ഉണ്ടെന്ന് പറയട്ടെ, ബുദ്ധിയോ ജ്ഞാനമോ കഴിവോ പ്രാപ്തിയോ എന്ത് തന്നെ ഉണ്ടെന്ന് എന്ന് നമ്മൾ ചിന്തിക്കുന്നു ഇരിക്കുക. പക്ഷെ അത് ദൈവം നമ്മുടെ തലമുറകൾക്ക് നൽകിയെങ്കിൽ മാത്രമേ അവർക്ക് അത് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ, നമുക്കത് എൻജോയ് ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്നതുപോലെ തന്നെ എന്റെ തലമുറ വളരെയധികം ഇങ്ങനെയുള്ള അവസ്ഥകളായിരുന്നല്ലോ. ഏകദേശം ഞാൻ എന്റെ ഈ രീതി എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് എന്റെ കുഞ്ഞിനുണ്ടാവും. പക്ഷെ അവൾ ജനിച്ചപ്പോൾ തലയിൽ മുടി അധികം ഉണ്ടായിരുന്നില്ല, വളരെ നെറ്റി കയറിയിട്ടായിരുന്നു. അപ്പൊ ഏകദേശം 8 പ്രാവശ്യത്തോളം അവളുടെ 1 വയസ്സിനുള്ളിൽ മുട്ട അടിച്ചിട്ടുണ്ട് തല. പക്ഷെ മുടിയൊന്നും കിളിർക്കുവാൻ ഇട വന്നില്ല. 7 മാസത്തോളം ഞാൻ വളരെയധികം ഡിപ്രഷൻ ബാറ്റിൽ ചെയ്യാൻ ഇടയായി തീർന്നു. പാഴ്സനേജിന്റെ മുകളില് ആദ്യമൊക്കെ അയൽവാസികൾ ഓടി വരുമായിരുന്നു. കാരണം ഈ കുഞ്ഞ് 24/7 കരച്ചില് മാത്രമാ. ഈ കുഞ്ഞിന് ആകെ ആശ്വാസം എന്ന് പറയുന്നത് ഇവളെ ഫീഡ് ചെയ്യുമ്പോൾ മാത്രം ഇവള് ശബ്ദം ഉണ്ടാക്കാതിരിക്കും, അല്ലെങ്കിൽ ഇവള് ഒച്ചത്തിൽ നിലവിളിക്കും, എപ്പോഴും കരച്ചിൽ. നമുക്കറിയുന്നത്, നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെ പല രീതികൾ നമുക്ക് പറയാനുണ്ടല്ലോ. അങ്ങനത്തെ അവസ്ഥകൾ ഞാൻ അന്ന് ഞാനൊരു വല്ലാത്തൊരു ഭ്രാന്തിയെ പോലെ ഞാൻ ആയിത്തീർന്നു. ഞാൻ ഭവനത്തിൽ എന്റെ ഞാൻ തലമുടി ചീവിടുന്നോ, നല്ല വസ്ത്രം ധരിക്കണമെന്നോ അങ്ങനത്തെ ഒരു ബോധ്യമില്ലാത്തവളെ പോലെ ഞാനായിരുന്നു. ഞാൻ വിചാരിച്ചു, ഞാൻ ഈ കുഞ്ഞിനെ നോക്കി ഒരു മുറിക്കുള്ളിൽ ഞാൻ കഴിഞ്ഞു പോകും. ഒരു 24 മണിക്കൂർ ഈ കുഞ്ഞിങ്ങനെ കരച്ചിലായിട്ടിരിക്കും. ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉറങ്ങിയ ദിവസങ്ങളാ. എല്ലാവരും കാണാൻ വരും. അപ്പം ആ സമയത്ത് നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കത്തിന്റെ സമയമാ, സൂര്യനെ കാണാനേ ഇല്ലാതിരുന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇവക്ക് മഞ്ഞ കൂടി. അവള് ഫോട്ടോതെറാപ്പി 2 വീക്സോളം ചെയ്തു. 2 വീക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവള് കരിക്കൊള്ളി പോലെ ആവാനിടയായി. ദേഹം മൊത്തം കുരുക്കൾ പൊന്തിയ അവസ്ഥ, കൈയൊക്കെ പൊള്ളി ഇരിക്കുന്ന പോലെ, അതിന്റെ ചൂടും എല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ കിട്ടുമ്പോഴത്തേക്കും പൊള്ളി ഇരിക്കുന്ന പോലത്തെ അവസ്ഥ. അങ്ങനത്തെ ഒരു സാഹചര്യം, ആകെ ഒരു വികൃതമായ ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ആയിരിക്കുന്ന സാഹചര്യം. രാത്രികളിൽ എന്റെ മാതാപിതാക്കളൊക്കെ, എന്റെ ഹസ്ബൻഡ് എനിക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ദുബായിലേക്ക് കടന്നു പോകേണ്ടി വന്നു. കാരണം കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടന്നേ മതിയാവത്തുള്ളൂ. ഞാൻ ഒത്തിരി പഠിച്ച, ഒത്തിരി പ്രതീക്ഷയോടുകൂടെ ജീവിതത്തെ കണ്ട എന്റെ കൂടെ പഠിച്ചവരും എന്നെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ ചിന്തിച്ചു, ഞാൻ പഠിച്ചിറങ്ങുമ്പോഴേ ഏതെങ്കിലും നല്ല ഹൈ പോസ്റ്റിലേക്ക് എത്തിച്ചേരും. പിന്നീട് ഒരു വലിയ ആ പ്രതീക്ഷയോടുകൂടെ കണ്ടിരുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ ദൈവം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ എന്തിനെ കരുതി, എന്റെ വിദ്യാഭ്യാസത്തെ
വ്യത്യാസത്തെ കണ്ടു. എന്റെ തലമുറയെ ഞാൻ വളരെ പ്രതീക്ഷയോടെ വലിയ പ്രയോറിറ്റൈസ് ചെയ്തിരുന്നതാണെങ്കിൽ അതിനെ രണ്ടിനെയും കൂടെ എന്റെ കർത്താവ് ചക്കിലേക്ക് കയറ്റി വെക്കുവാനിടയായി തീർന്നു. എന്റെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടെന്ന് കരുതുന്നത് എന്തോ അതായിരിക്കും പലപ്പോഴും ദൈവം നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ട് ചക്കിലേക്ക് കയറ്റുവാൻ ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് കർത്താവ് നമ്മളെ പണിയുവാൻ തുടങ്ങുന്നത്. അപ്പോൾ എന്റെ കുഞ്ഞിന്റെ അവസ്ഥകൾ ഞാൻ വളരെയധികം ഭാരപ്പെടുവാൻ ഇടയായി തീർന്നു. ആളുകളൊക്കെ ആദ്യം അയൽവാസികളൊക്കെ ഓടി വരുമായിരുന്നു, എന്തോ ഈ കുഞ്ഞ് ഇത്ര കരയുന്നതെന്ന് ചോദിച്ചു. പിന്നീട് അവരിങ്ങനെ പറയുമായിരുന്നു, സുഖമില്ലാത്തൊരു കുഞ്ഞുണ്ട് അവിടെ, അതുകൊണ്ടാണ് ആ കുഞ്ഞാ ഈ കരയുന്നത്. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ റബ്ബർ വെട്ടാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുമായിരിക്കും 4 മണിക്കൊക്കെ. അതേ ഇരിപ്പ് അടുത്ത ദിവസം ഇടയ്ക്ക് ടോയ്ലറ്റിലൊക്കെ പോയി അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ടൊക്കെ കുളിക്കുന്ന അവസ്ഥകള്. അപ്പൊ അങ്ങനെയൊക്കെ വന്ന് അത് മാത്രമേ ഉള്ളൂ. പിന്നെയും അടുത്ത ദിവസം ആ ചേട്ടൻ പോകുമ്പോഴും ഞാൻ അതേ ഇരിപ്പിരിക്കുമായിരിക്കും. രാത്രികളിലൊക്കെ ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് കട്ടിൽ ഒരറ്റ തുറമ്പ് കയറുമ്പോൾ ഷീറ്റൊക്കെ മാറ്റി ഇപ്പുറത്തെ അറ്റത്ത് വന്നിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യം, എപ്പോഴും എന്നെയും കുഞ്ഞിനെയും ഛർദി മണത്തിരുന്ന സാഹചര്യം, വളരെ ഉറക്കമില്ലാത്ത അവസ്ഥകള്, മാനസികമായി പിശാചിനെ വളരെയധികം എന്റെ ചിന്താമണ്ഡലങ്ങളിലേക്ക് ഒത്തിരി തോട്ട് പ്രോസസ്സ് കൊണ്ടുവന്നിട്ട അവസ്ഥകള്, ഒത്തിരി നമുക്കറിയാമല്ലോ, ഒത്തിരി സ്റ്റിഗ്മയുണ്ട് നാട്ടില്. വിദേശ രാജ്യങ്ങൾ, ഞാൻ വിദേശത്ത് കഴിഞ്ഞ 5 വർഷമായിട്ട് UK-യിലായിരുന്നു. അവിടെ ഒത്തിരി സപ്പോർട്ടീവ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്, സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ പല അഭിപ്രായങ്ങളൊക്കെ വളരെയധികം വേദനിപ്പിച്ച സാഹചര്യം. ആ സാഹചര്യത്തിലൊക്കെ ഞാൻ ഇത് എന്ത് ചെയ്യണമെന്നറിയാം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യം. പലപ്പോഴായിട്ട് ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ അടക്കി പിടിച്ചിരുന്നിട്ട് പെട്ടെന്ന് ആളുകളുടെ ചോദ്യത്തിന് മുമ്പിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥകള്, ഞാനല്ലാതായി മാറിയ സാഹചര്യം, രാവും പകലും പിന്നെ എങ്ങനെ ഇത് എവിടെ ചെന്നെത്തുന്നറിയാതെ ഭാരപ്പെട്ടൊരു സാഹചര്യമായിരുന്നു. എന്നാൽ ആ സാഹചര്യത്തിന് ദൈവത്തോട് ചോദ്യം ചെയ്യാൻ നിന്നിട്ടില്ല. പകരം കർത്താവേ, എന്റെ കുറവെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ 7 മാസത്തോളം കഴിഞ്ഞ് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു. എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ ഞാൻ ടോയ്ലറ്റിൽ കയറി പൈപ്പ് തുറന്നിട്ട് വാവിട്ട് ദൈവത്തോട് നിലവിളിക്കുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ, നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്, എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കണ്ടെത്തുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആർക്കും എന്നെ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യത്തില് മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, സ്നേഹിക്കുന്ന ഭർത്താവുണ്ട്, കരുതുന്ന ഒരു കുടുംബമുണ്ട്. ഇതെല്ലാം ഉണ്ടായിരുന്നുണ്ട്. ഞാൻ മാത്രം നടക്കേണ്ടുന്ന ഒരു വഴിയിലൂടെ കർത്താവിനെ നടത്തി. അങ്ങനെ നടത്തിയ സാഹചര്യത്തിലൊക്കെയാണ് ഞാൻ കർത്താവിനെ രുചിക്കുവാൻ തുടങ്ങിയത്. ദൈവം ഓരോ സമയങ്ങള് ഉപവാസ പ്രാർത്ഥനകളൊക്കെ ഞാൻ യൂട്യൂബിൽ കേൾക്കാൻ തുടങ്ങി. പല വചനങ്ങളൊക്കെ എന്റെ ഉള്ളിലേക്കൊക്കെ കയറിപ്പോയി. ഇങ്ങനെ ഞാൻ പണ്ട് സൺഡേ സ്കൂളിലൊക്കെ പഠിച്ച വാക്യങ്ങളൊക്കെയാണ് എനിക്ക് പലപ്പോഴുമായിട്ട് ബലം നൽകിക്കൊണ്ടിരുന്നത്. 7 മാസം ആയപ്പോഴേക്കും അവള് ഷാത്തിൽ നിൽക്കുവാൻ ഇടയായിത്തീർന്നു. അവളുടെ സ്കിന്നിന്റെ ടെക്സ്ചർ മാറാൻ തുടങ്ങി, അവളുടെ തലയിൽ മുടി വളരാൻ തുടങ്ങി. അത് 1 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായി തന്നെ അവളുടെ മുടി വളരാൻ തുടങ്ങി. ഇന്ന് അവൾ മെന്റൽ റിട്ടാർഡഡ് ആയിരിക്കും. ഞാൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനോടൊക്കെ തർക്കിച്ചു നിന്നിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്റെ കുഞ്ഞിനെ ഇങ്ങനെ, കാരണം നമ്മുടെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ ദേവസ്ഥാനത്തിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. കർത്താവ് 7 മാസം ആയപ്പോഴത്തേക്ക് ചാച്ചാ എന്നുള്ള വാക്ക് ആദ്യം പറയാൻ തുടങ്ങി. സ്പീച്ചിനൊരു ഡിലേ ഉണ്ടായില്ല. 1 വയസ്സായപ്പോഴത്തേക്ക് 10 മാസം ആവുമ്പോഴത്തേക്ക് അവൾ ഇന്നത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഓരോ മൈൽ സ്റ്റോൺസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് ഓരോന്നായിട്ട് കർത്താവ് അത് ചെയ്ത് നിവർത്തിച്ചു തരാൻ തുടങ്ങി. ദൈവത്തിന്റെ കൃപയാൽ മെന്റൽ റിട്ടാർഡേഷൻ ആയിരിക്കുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ആ കുഞ്ഞ് UK പോയി. അവിടെ പഠിക്കാനൊക്കെ കുറച്ച്, അവൾക്ക് ഇന്ന് 7 വയസ്സുണ്ട്. 2-3 അവളെ ഈ കഴിഞ്ഞ അവൾ അവിടെയാണ്, UK-യിലാണ് പഠിച്ച് അവളുടെ സ്കൂളിൽ അവള് പഠനത്തിലൊക്കെ മികവുള്ളവളായി തീരുവാനിടയായി തീർന്നു. മെന്റൽ റിട്ടാർഡേഷൻ ആയിരിക്കും, സ്പീച്ചിന് ഡിലേ ഉണ്ടാവും, സംസാരിക്കാൻ കഴിയത്തില്ല, നടക്കുന്നതിന് പോരായ്മകൾ ഉണ്ടാവും, ഇതെല്ലാം പറഞ്ഞ സാഹചര്യത്തില് കർത്താവിന് വലിയ അത്ഭുതമാക്കി തീർക്കുവാനിടയായി തീർന്നു. ഞാൻ എപ്പോഴും വിശ്വസിക്കും, ഇന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, അവളുടെ ജീവിതത്തിൽ അവൾ ചെറിയ പ്രായമാ, അവൾക്ക് 7 വയസ്സുള്ളൂ. എന്നാൽ പലപ്പോഴും ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ പലയിടത്ത് പങ്കുവയ്ക്കാൻ തുടങ്ങിയതിനു ശേഷം അവളിത് കേട്ട് പലപ്പോഴായി കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പലപ്പോഴും അവളുടെ സാക്ഷ്യം അവൾ തന്നെ പങ്കുവയ്ക്കുന്ന അവസ്ഥകള്. ഇന്ന് എനിക്കൊന്ന് സുഖമില്ലാതെ വരുമ്പോൾ ഓടി വന്ന് മുട്ടയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങള്. പലപ്പോഴും ഞാൻ അവളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞ് നിനക്ക് പ്രയാസമുണ്ടെങ്കിൽ അമ്മയ്ക്ക് കുറെയൊക്കെ മനസ്സിലാക്കാൻ കഴിയും, എന്നാൽ പരിമിതികൾക്കപ്പുറമായി നിന്നെ മനസ്സിലാക്കാൻ
കഴിയുന്നത് യേശുപ്പച്ചന. അവളുടെ സ്കൂളിലൊക്കെ പലപ്പോഴും അവളുടെ കയ്യിൽ ഇങ്ങനെ മാർക്കുള്ളത് കൊണ്ട് ഞാൻ ഒരു ദിവസം അവൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കേൾക്കാനിടയായി തന്നു. അവളുടെ കയ്യിൽ ആരും പിടിക്കത്തില്ല, ഒരു ഇച്ചിരി തടിപ്പുണ്ട് അവളുടെ കയ്യിൽ. അപ്പൊ അത് ആ ഒരു പ്രയാസം, ആ പ്രയാസം പോലും അവൾ ഇരുന്ന് കർത്താവിനോട് പറയുന്നത് കേൾക്കാനിടയായി. അതെനിക്ക് ഒത്തിരി, അവൾ ശരിക്കും ഫിസിക്കലി ആ മാർക്ക് ഉണ്ടെങ്കിലും പക്ഷെ എനിക്ക് ഒത്തിരി, ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ അത് പറയേണ്ട എടുത്ത് തന്നെ അത് പറയുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. നമ്മൾ പലപ്പോഴും എങ്ങനെയാ നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനുഷ്യരോട് പറയും. നമ്മൾ പിശാചിയും അതിലിന്റെ വലിപ്പവും അല്ലെങ്കിൽ സിംഹത്തിന്റെ ഗുഹയുടെ വലിപ്പവും നമ്മുടെ മുമ്പിൽ എല്ലാം വരച്ചു കാണിച്ചു നൽകുമ്പോൾ നമ്മൾ അതിനോട് ചേർന്ന് അതെ ഇത് വലുതാ, ഈ പ്രശ്നം വലുതാന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മൾ അത് പറയുന്നതിന് പകരം ദൈവസ്ഥാനത്തിൽ വന്ന് നമ്മുടെ ഭയത്തെ പങ്കുവെച്ചിട്ട് കർത്താപ്പച്ച ഇതെനിക്ക് കഴിയില്ല, ഇതെനിക്ക് അഭിമുഖീകരിക്കുന്ന, എനിക്ക് ഇതിനെ ഡീൽ ചെയ്യുന്നതിനേക്കാളും വലുത് എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് കൃപ ചോദിക്കുമ്പോൾ കർത്താവ് ദൈവകൃപ നൽകുക തന്നെ ചെയ്യും. ദൈവസ്ഥാനത്തിൽ ഭയം പറ, പുറത്തു പോയി നിങ്ങളുടെ വിശ്വാസം പങ്കുവയ്ക്കുക. അങ്ങനെ വിശ്വാസത്തോടെ നമ്മൾ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ അസാധാരണമായ ശക്തി വെളിപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ പിന്നീട് എനിക്ക് അങ്ങോട്ട് കർത്താവിനെ രുചിക്കുന്നതിൽ ദൈവം നമ്മൾ അത്ഭുതമാക്കി തീർത്തു. കുഞ്ഞിന്റെ സൗഖ്യമൊക്കെ പ്രാപിപ്പാനിടയായി. കർത്താവ് അനുഗ്രഹത്തോടെ ഞാൻ വിദേശത്ത് പോയി. അതിനോടനുബന്ധിച്ച് ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേഷനിലാണ് ഞാൻ പഠിക്കാനൊക്കെ കാരണമായി തീർന്നത്. അതിൽ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചു, ഞാൻ എൻഡപ്പായി പോകും, ഇതെന്റെ വിദ്യാഭ്യാസത്തെ ലിമിറ്റ് ചെയ്ത്, എന്റെ ജോലി മേഖലകളെ ലിമിറ്റ് ചെയ്തെന്ന് ചിന്തിച്ചപ്പോൾ അതേ വിഷയമാണ് ഞാൻ വിദേശത്ത് പോയി പഠിക്കാൻ, അവിടുന്ന് വീണ്ടും ഒരു മാസ്റ്റേഴ്സും കൂടി എടുക്കാൻ കർത്താവ് കൃപ ചെയ്തു. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഈ വിഷയം എന്നെ മുക്കിക്കളയും, അല്ലെങ്കിൽ ഈ വിഷയം എന്നെ എങ്ങും എത്തിക്കത്തില്ല, ഞാൻ ഇങ്ങനെ ആയി പോവും, ഞാൻ ഇതിൽ നിന്നൊരു മോചനം എനിക്ക് ഉണ്ടാവത്തില്ലെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. എന്നാൽ പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ക്രൈസിസുമാ നമ്മളെ ദൈവത്തെ അറിയുവാനും ദൈവത്തെ രുചിക്കുവാനും നമ്മുടെ ലിമിറ്റേഷൻസ് ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ശക്തിയെ നമ്മൾ കാണിക്കുന്നതിന് കാരണമായി തീരുന്നത്. ആ ലിമിറ്റേഷൻസ് വരുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കണം. ഇത് എന്റെ കർത്താവിനെ അനുഭവിക്കുവാൻ ഉള്ള ഒരു അവസരമാ. ഇതിൽ ദൈവം എങ്ങനെയാ പ്രവർത്തിക്കും. പിന്നീട് അങ്ങോട്ട് എന്റെ ജീവിതത്തിലൊക്കെ എന്റെ ഓരോ ലിമിറ്റേഷൻസിനും ഞാൻ ഫേസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു എക്സൈറ്റ്മെന്റോടെ ഞാൻ അതിനെ കാണാൻ തുടങ്ങി. കർത്താവ് ഇതെനിക്ക് കഴിയത്തില്ല, എന്നാൽ എന്റെ ദൈവം എങ്ങനെ ഇതെനിക്ക് ചെയ്തു തരുമെന്ന് അറിയാൻ ഞാൻ ആകാംക്ഷയുള്ളവളാണെന്ന് ഞാൻ പലപ്പോഴും ദൈവസ്ഥാനത്തിൽ പറയാനിടയായി തീർന്നു. പിന്നീട് ഞാൻ പറഞ്ഞത്, ഞാൻ വിദേശത്ത് പോയി പഠിച്ചു. ഞാനൊരു പാസ്റ്റർ മകളായിട്ട് ജനിച്ചു വളർന്നത്. എന്റെ ചെറിയ പ്രായമുള്ള വാക്തത്വം ആ വിദേശത്ത് വിട്ട് പഠിക്കും എന്നുള്ളതൊക്കെ, ഞാൻ ചെന്ന് കയറിയ ഭവനത്തിലോ അധികം സാമ്പത്തികമായ സാഹചര്യമുള്ളവരെ ഒരു ലോൺ എടുക്കുന്നതിനൊക്കെ ഒത്തിരി പ്രയാസമുണ്ട്. എന്റെ ഭവനത്തിനുമില്ല. അപ്പൊ ഞാൻ ദിവസത്തിൽ പറയാൻ തുടങ്ങി, കർത്താവച്ച എന്റെ ലോകത്തിലെ പിതാക്കന്മാർക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല, എന്റെ ജീവിത പങ്കാളിക്ക് എന്റെ വിദ്യാഭ്യാസത്തോടനുബന്ധിച്ച് ഒത്തിരി പണം 10-30 ലക്ഷം രൂപയോളം വേണം, സഹായിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഭൂമിയിൽ എന്റെ പിതാക്കന്മാർക്ക് കഴിയുന്നില്ലെങ്കിലും എന്റെ സ്വർഗത്തിലെ പിതാവിന്റെ സന്നിധിയിൽ ഒത്തിരി നിക്ഷേപങ്ങൾ ഉള്ളതിനായ സ്തോത്രം. കർത്താവച്ച എനിക്ക് വേണ്ടി നീ അത്ഭുതം ചെയ്യണം. അത് മാത്രമല്ല, ഞാൻ ദൈവസ്ഥാനത്തിൽ നിന്ന് കർത്താവിനോടുള്ള ഒരു ആഗ്രഹം, ഒരു കൊതി എന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഇടുവാനിടയായി തീർന്നു. ഞാൻ അങ്ങനെ ദൈവസ്ഥാനത്തിൽ ഇരുന്നിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താപ്പച്ച വ്യത്യസ്തമായ രീതിയിൽ എന്നോട് സംസാരിക്കണമേ, എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം. ഞാനും നിന്റെ മകളാണല്ലോ, മുഖപക്ഷം ഇല്ലാതെ നീ സംസാരിക്കുന്ന ദൈവമല്ലേ. ദേവദാസന്മാരോടോ ദേവദാസിമാരോടോ വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നവരോട് മാത്രമല്ലല്ലോ അങ്ങ് സംസാരിക്കുന്നത്, എന്നോട് വ്യക്തിപരമായി സംസാരിക്കണം. ഒരു ദിവസം നമുക്ക് 2021 കോവിഡിന്റെ സമയമാ. ആ 2020 സാഹചര്യത്തില് ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒത്തിരി ഉള്ള സാഹചര്യത്തിൽ ഞാൻ ദൈവസന്നിധിയിലേക്ക് പോയിരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് വ്യത്യസ്തമായ രീതിയിൽ എന്നോട് സംസാരിക്കണം. ഞാൻ 3 ദിവസം ഉപവാസം ഇരിക്കാൻ തുടങ്ങി. ഒത്തിരി ചോദ്യങ്ങൾ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും, നമ്മുടെ ദൈവം കേൾക്കുന്ന ദൈവമാ, നമ്മുടെ ദൈവം കാണുന്ന ദൈവമാ, നമ്മുടെ ദൈവം അരികെ വന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാ. ഇന്ന് ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ ഇത്ര മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. ആരെങ്കിലും ജീവിതത്തിന്റെ പ്രയാസങ്ങളോടനുബന്ധിച്ച് വിശ്വാസം ക്ഷീണിച്ചു പോയിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഇന്ന് വർദ്ധിക്കുവാൻ ഇടയാക്കണം. എപ്പോഴും ഞാൻ എന്റെ മാതാപിതാക്കൾ പ്രൈസ് ചെയ്യുന്ന എന്റെ പേരിട്ടത്, അതിന്റെ അർത്ഥം എനിക്ക് തിരിച്ചറിയാൻ തുടങ്ങിയത് ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ ഞാൻ ദൈവത്തെ എപ്പോഴും ഞാൻ എന്റെ വിളിയും തിരഞ്ഞെടുപ്പും ഞാൻ തിരിച്ചറിയാൻ പഠിച്ചത് എന്റെ കഷ്ടതയുടെ നടുവിലാണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ നമ്മുടെ വിളി എന്തെന്നും നമ്മുടെ തിരഞ്ഞെടുപ്പെന്നും നമ്മൾ ദൈവം പഠിപ്പിക്കാൻ ഇടവരുന്നത്. ആ സാഹചര്യം എപ്പോഴും പ്രൈസ് ചെയ്യുക, എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവളാക്കി കർത്താവിനെ മാറ്റി. ഒരു സാഹചര്യത്തിൽ നിരാശ മാത്രം പറഞ്ഞിരുന്നവളാ. ഒരു സാഹചര്യത്തിൽ എന്റെ ജീവിതത്തിൽ വിഷയങ്ങളെ ഞാൻ വലുതാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ഇന്ന വിഷയം ഞാൻ ഫേസ് ചെയ്യുന്ന, ഒരിക്കലും അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല, ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതായിരുന്നു എന്റെ സംസാരമെങ്കിൽ പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ കർത്താവിനെ രുചിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ്
എന്റെ വിഷയത്തിന്റെ വലിപ്പമല്ല, എന്റെ ദൈവത്തിന്റെ വലിപ്പത്തെ ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ ദൈവം അവന്റെ പ്രവൃത്തികൾ വലുതായി ചെയ്യുക തന്നെ ചെയ്തു. ഞാൻ ഇങ്ങനെ 3 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കാൻ തീരുമാനിച്ചു. അന്ന് ഞങ്ങൾ താമസിക്കുന്ന പാലാങ്കര ഏജി ചർച്ചിലായിരുന്നു. ആ സാഹചര്യത്തിൽ താഴെ ചർച്ച്, മുകളിൽ പാഴ്സ്നേഹിച്ചുമാ എന്റെ ട്രാവലിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറഞ്ഞ് മമ്മിയും അമ്മയുടെ പേരൻസിനൊക്കെ കാണാനായിട്ട് നാട്ടിലേക്ക് കടന്നു പോയപ്പോ എന്റെ കുഞ്ഞും എന്റെ പപ്പായും അതുപോലെ തന്നെ മാത്രമേ, ഞങ്ങൾ 3 പേര് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഉപവാസത്തോടെ ഇരിക്കും. മമ്മി പപ്പയ്ക്കുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി, എനിക്ക് എന്നെ ശല്യം ചെയ്യേണ്ട, ഉപവാസം ഇരിക്കുമല്ലേ എന്ന് വിചാരിച്ച് ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അത് മാത്രം അല്ല, എന്റെ കുഞ്ഞിനുള്ള കുറുക്കൊക്കെ ഞാൻ ഉണ്ടാക്കി പപ്പയ്ക്ക് കൊടുക്കും. പപ്പ കുഞ്ഞിനെ ഫീഡ് ചെയ്യും, പപ്പ നോക്കിക്കൊള്ളും. പകലൊക്കെ അവള് പപ്പയുടെ കൂടെ നടക്കും. ഞാൻ ഓടി വന്ന് വീണ്ടും ദേവസ്ഥാനത്തിലേക്ക് കുറച്ചേരം പ്രാർത്ഥിക്കുക, പിന്നെ ഫോൺ നോക്കുക, അല്ലെങ്കിൽ കടന്നുറങ്ങുക. അങ്ങനത്തെ സാഹചര്യമൊന്നും അല്ല. ദേവസ്ഥാനത്തിൽ ഇരുന്ന് ആത്മാർത്ഥതയോടെ ദേവസ്ഥാനത്തിലേക്ക് വീണ് കർത്താവിനെ രുചിക്കാനുള്ള കൊതിയോടുകൂടി അപ്പന്റെ പാതപിടി ഇരിക്കാൻ ഇട വന്നു. അങ്ങനെ ഇരിക്കാൻ തുടങ്ങി. ആദ്യ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. ഞാൻ ദൈവത്തോട് കർത്താവ്, എന്നോട് വ്യത്യസ്തമായ രീതിയിൽ നീ സംസാരിച്ചു മതി. അവങ്ങ് ജീവനുള്ള ദൈവമാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ബന്ധക്കോസ്തരായി ജനിച്ചതുകൊണ്ട് ബന്ധക്കോസുകാരായി തുടരുന്ന, നമ്മുടെ മക്കൾ ബന്ധക്കോസ്തരായി ജനിച്ചു, അപ്പനും അമ്മയും ബന്ധക്കോസ്തരായി, നമ്മളും പല ഹിന്ദു ആയതുകൊണ്ട് ഹിന്ദുവായി, മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമായി. അങ്ങനത്തെ ഒരു ജീവിതം. നമ്മളും ഇങ്ങനെ ബന്ധക്കോസായി മക്കൾ ജനിച്ചത് കൊണ്ട് നമ്മൾ അതിൽ തുടരുന്നു എന്നുള്ളൂ. പലപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നില്ല. എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുന്നത് ആ സാഹചര്യങ്ങളിലൊക്കെ. കർത്താവിനെ എനിക്ക് രുചിക്കണം, എനിക്കും എന്റെ ദൈവത്തെ കണ്ടെത്തണം, ഇത് സത്യദൈവമാണെങ്കിൽ എന്നോട് സംസാരിക്കണം. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിലേക്ക് ഇരിക്കാൻ തുടങ്ങി. അപ്പൊ അന്ന് രാത്രി ആയപ്പോഴത്തേക്ക് കർത്താവ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ സംസാരിക്കാൻ തുടങ്ങി. കർത്താവിനോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കാനായിട്ട് ഞാനൊരു വ്യക്തി നിന്റെ അരികിലേക്ക് അയക്കും. അപ്പൊ ഞാൻ കർത്താവിനോട് അന്നത്തെ ദിവസം കർത്താവിനോട് പറഞ്ഞു, കർത്താവ് വ്യത്യസ്തമായ രീതിയിലായിരിക്കണം നീ എന്നോട് സംസാരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആളുകളെ വിട്ട് സംസാരിക്കുന്നൊക്കെ പൊതുവെയുള്ള കാര്യമാ. ദേവദാസന്മാരൊക്കെ ദൂത് പറയുന്നു, ആളയച്ചൊക്കെ സംസാരിക്കുക. എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ എന്നോട് സംസാരിക്കണം. പിറ്റത്തെ ദിവസം ആയപ്പോഴത്തേക്കും എന്റെ പപ്പ ഇങ്ങനെ പറയണേ, കുറെ ദേവദാസന്മാർ ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്, അവർ ഇവിടെ വന്ന് താഴത്തെ ചർച്ചിൽ കിടന്നുറങ്ങും, രാവിലെ ആകുമ്പോൾ അവർ കടന്നു പൊക്കോളും. ഞാൻ ചോദിച്ചു, ആഹാരം ഉണ്ടാക്കണോ? വേണ്ട, ആഹാരം ഉണ്ടാക്കണ്ട, ജസ്റ്റ് അവർക്ക് ചായ മാത്രം, അവർ ഫാസ്റ്റിംഗ് ആണ്, ചായ മാത്രം കൊടുത്താൽ മതിയാവും. അങ്ങനെ താഴെ അവർ അന്നത്തെ ദിവസം വന്ന് അവർ കിടന്നു. രണ്ടാമത്തെ ദിവസം അവർ വന്ന് കിടന്നുറങ്ങി. മുകളിൽ അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. രാത്രികളിലൊക്കെ 2 മണി വരെ പ്രാർത്ഥിക്കും. രാവിലെ 6 മണിക്ക് എഴുന്നേക്കും, വീണ്ടും പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. വളരെ കുറച്ച് സമയം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവിട്ടിട്ട് എപ്പോഴും ദിവസത്തിലിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം രാത്രി കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുക. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ അതിന് ഉത്തരങ്ങൾ, അപ്പൊ ദൈവനോട് പറയും, ദൈവനോട് സംസാരിച്ചത്, വരുന്നൊരു വ്യക്തി നിന്റെ കയ്യിൽ ഒരു എഴുത്ത് തരും, ആ എഴുത്തിലുണ്ടാകും നീ ദൈവത്തോട് ചോദിക്കുന്ന എന്നോട് ആർക്കും അറിയത്തില്ല. എന്റെ പിതാവ് വീട്ടിലുണ്ട്, പപ്പായ്ക്ക് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അത് വേറൊരു വ്യക്തി ദൂത് പറഞ്ഞതിനേക്കാളും വലിയ ഉറപ്പായിരുന്നു എനിക്ക്. പിറ്റത്തെ ദിവസം ആയിക്കഴിഞ്ഞു. രാവിലെ പപ്പ താഴെ അവർക്ക് ചായ കൊടുത്ത് ട്രേ നമ്മൾ പുറത്തുനിന്ന് സ്റ്റെയർ വരുന്നത്. അപ്പൊ പപ്പ വരുന്നത് കണ്ടിട്ട് ഞാൻ വേഗം അകത്തുനിന്ന് കയറി പോവുക. അപ്പൊ പപ്പ വരുമ്പോ പപ്പയുടെ കയ്യിൽ ആകെ കാണുന്ന ഒരു ട്രേയും കുറെ ഗ്ലാസും മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവം പറഞ്ഞത് കൊണ്ട് എന്റെ ഉള്ളിലേക്ക് ഭയങ്കര ബോധ്യമാണ്. ഞാൻ ഓടി അകത്തുനിന്ന് പുറത്തോട്ട് ചെല്ലുന്ന എന്തിനാണെന്നറിയോ? ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു എഴുത്ത് കൊടുത്തു വിടുമെന്ന്. അങ്ങനെ ഞാൻ എഴുത്ത് മേടിക്കാൻ വേണ്ടി പോകുക. അങ്ങനെ സ്റ്റെപ്പ് കയറി കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും പോക്കറ്റിൽ നിന്ന് പപ്പ ഒരു എഴുത്ത് എടുത്തിട്ട് എന്റെ കയ്യിലേക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, താഴെ വന്ന ദേവദാസന്മാരുടെ കൂട്ടത്തിൽ ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, മുകളിൽ ഒരു സ്ത്രീ ഇരുന്ന് 3 ദിവസമായി പ്രാർത്ഥിക്കുന്നുണ്ട്, അവൾ ദൈവത്തോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ആ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരമാ ഇതെന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിക്കാൻ ഇടയായി തീർന്നു. ഞാൻ അത് കൊണ്ടുവന്ന് വെച്ച് വലിയ ആകാംക്ഷയോടെ തുറന്നു നോക്കുമ്പോൾ ഒരു ദർശനം ഉണ്ടായിരുന്നു എന്നെ പറ്റി കണ്ടത്. അതുപോലെ തന്നെ 10-12 വാക്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ വാക്യങ്ങൾ ഓരോന്നും ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ച ഓരോ ചോദ്യങ്ങളുടെ ഉത്തരമായിരുന്നു ഓരോ വാക്യങ്ങളും. ദൈവം നമ്മളെ കാണുന്ന ദൈവമാ, ദൈവം നമ്മളെ അറിയുന്ന ദൈവമാ. ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കർത്താവിനെ ആത്മാർത്ഥമായിട്ട് രുചിച്ചില്ല എങ്കിൽ, സാധാരണ പോലെ ഒഴുക്കിനത്ത് പോകുന്ന മാത്രമേ ഉള്ളെങ്കിൽ, ദൈവം നമ്മളെല്ലാവരും തെരഞ്ഞെടുത്ത് അന്ധകാരത്തിൽ ഞങ്ങളുടെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചത് അവനെ അനുഭവിക്കാൻ, അവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാനും കൂടിയാ. നമ്മൾ പലപ്പോഴും ആ ലക്ഷ്യങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത് നിങ്ങൾ പുതിയൊരു ഉദ്ദേശത്തോടുകൂടെ അല്ലെങ്കിൽ ഡിറ്റർമൈൻഡ് ആയിട്ട് ദൈവസന്നിധിയിലേക്ക് പോയി ദൈവസന്നിധിയിൽ കർത്താവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവൻ നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യും. നമുക്കറിയാം, ദൈവവചനം വായിക്കുമ്പോൾ പലരും കർത്താവിനെ അനുഗമിച്ചവരാ, കർത്താവിനോട് ചേർന്ന് നിന്ന ശിഷ്യന്മാരൊക്കെ ഉണ്ട്. എന്നാൽ ഒരു മറിയ കല്ലറയുടെ വാതിൽ എല്ലാവരും ഇട്ടിട്ട് പോയപ്പോഴ്, എല്ലാവരും അടുത്ത് ക്ഷീണിച്ച് മാറിപ്പോയപ്പോൾ
ഒരുവള് വിടുതൽ ലഭിച്ച ഒരുത്തി കല്ലറയുടെ മുമ്പിൽ നിൽക്കുക. എന്തിനാ? അവളുടെ സ്നേഹം അത്ര വലുതായിരുന്നു കർത്താവിനോട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ദേവദാസന്മാരുണ്ട്, ദൈവജനമുണ്ട്, പലരും കർത്താവിനോട് അടുത്ത് ചേർന്ന് നിൽക്കുന്നവരുണ്ടല്ലോ, ഞാൻ എന്തുള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് ഇന്ന് ഒന്നും കൂടെ ആഹ്വാനം ചെയ്യുക, ആ മറിയെ പോലെ ഒന്നും കൂടെ കർത്താവെ, ആരെല്ലാം ഇട്ടിട്ട് പോയാലും ഞാൻ അവിടെ തന്നെ നിൽക്കും, നീ എനിക്ക് മുമ്പാകുന്നു, നിന്നെ തന്നെ റിവീൽ ചെയ്ത് തരണേ എന്ന് നമ്മൾ അടമണ്ടായിട്ട് നിൽക്കുമ്പോൾ കർത്താവ് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അവൾക്ക് ദൈവത്തോടുള്ള സ്നേഹം നോക്കണം. എല്ലാവരും കർത്താവിന്റെ തോട്ടക്കാരനോട് ചോദിക്കുക, അവന്റെ ശരീരം എവിടെ വെച്ചിരിക്കുന്നത്, ഞാൻ എടുത്തോണ്ട് പൊക്കോളാം. ഒരു സ്ത്രീ ചോദിക്കുക, ഒരു പുരുഷന്റെ ശരീരം എന്തി, ഞാനത് എടുത്തുകൊണ്ട് പൊക്കോളാം. ഒരിക്കലും ഒരു സ്ത്രീക്ക് അത് കഴിയുമോ? കഴിയത്തില്ല. പക്ഷെ അവളുടെ സ്നേഹത്തിന്റെ ആഴമാ കാണുന്നേ. അങ്ങനെ പറയുന്ന ഒരു മറിയയുടെ മുമ്പാകെ കർത്താവിന് എങ്ങനെ റിവീൽ ചെയ്യാതിരിക്കാൻ കഴിയും? ഏറ്റവും ആദ്യം അവൾക്ക് പ്രത്യക്ഷപ്പെടുവാനിടയായി. നമ്മളും അവളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തതയുള്ളവളല്ല. കാരണം തീർച്ചയായും നമ്മൾ ആഗ്രഹത്തോടെ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ നമ്മുടെ ജീവിത സാഹചര്യത്തിന് മുൻപിൽ മറ്റെല്ലാം മാറ്റിവെച്ച് കർത്താവ് എനിക്ക് നിന്നെ ഒന്ന് അനുഭവിക്കണം എന്ന് പറഞ്ഞ് അടുത്തു ചെല്ലുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പിന്നെ അടുത്തൊരു അനുഭവം എന്ന് പറയുന്നത്, പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞല്ലോ വിദേശത്ത് പോയി പഠിക്കേണ്ടുന്നവളാ. എന്റെ ഭവനത്തിൽ സാഹചര്യം ഒന്നുമില്ല. ഞാൻ ദേവസ്ഥാനത്തിൽ എടുത്തൊരു തീരുമാനമുണ്ട്, ഞാൻ വായ്പ ആരോടും മേടിക്കത്തില്ല, എന്റെ ആവശ്യങ്ങൾ ഞാൻ ആരോടും പറയത്തില്ല, എന്റെ സാഹചര്യങ്ങൾ ഞാൻ ആരോടും പറയത്തില്ല, ഞാൻ ആരോടും വായ്പയും വാങ്ങത്തില്ല. ദേവസ്ഥാനത്തിൽ ഉറച്ചു നിൽന്നപ്പോൾ ദേവസ്ഥാനത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവച്ചാ എനിക്ക് എന്റെ ഭൂമിയിലെ പിതാക്കന്മാർക്ക് സഹായിക്കാൻ കഴിയില്ല, എന്നാൽ സ്വർഗത്തിലെ പിതാവെ അങ്ങനെ സഹായിക്കണം എന്ന് പറയുമ്പോൾ കർത്താവ് പല അവസ്ഥകളിലും എനിക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ദിവസങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ആരോടും ചോദിച്ചില്ല. ഒരു ദിവസം റാൻഡംലി എനിക്കൊരു കോള് വന്നു. ഒരു എന്റെ മമ്മിക്ക്, എന്റെ അച്ഛന്റെ മമ്മിക്ക് ഒരു ഫാമിലി വിളിച്ചിട്ട് ഇങ്ങനെ റാൻഡംലി സംസാരിച്ചിട്ട് ചോദിക്കുവോ, പ്രൈസിൽ പോകുന്ന കാര്യങ്ങളൊക്കെ എന്തായി, പോകുന്നു എന്ന് കേട്ടല്ലോ, എന്തായി? ഇപ്പൊ മമ്മി പറയാനിടയെ പൈസയുടെ കാര്യം മാത്രമായിട്ടില്ല, ബാക്കി എല്ലാമായി. അപ്പോൾ അവര് എടുത്തുപാടെ പറഞ്ഞു, എന്തുകൊണ്ട് പോവാത്തെ, പൈസയുടെയാണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ട് അവര് എന്റെ പേരിൽ 10-20 ലക്ഷം രൂപ ഇടുവാനായിട്ട്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും വായ്പ വാങ്ങിക്കും. വായ്പ മേടിക്കുവാണെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കുക തന്നെ വേണം. പലപ്പോഴും ലജ്ജയ്ക്കും കാരണമായി തീരും. എന്നാൽ നമ്മൾ പറയേണ്ട സന്നിധിയിൽ, പറയേണ്ട ഇടത്ത് പോയി നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യമുള്ളത് ആണെന്ന് ദൈവത്തിന് ബോധ്യമെങ്കിൽ, ദൈവത്തിന് ഉറപ്പെങ്കിൽ, കർത്താവ് ആഗ്രഹിക്കുന്ന ആഗ്രഹം നമ്മുടെ ആഗ്രഹം ഒന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അതിന് അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെയാണ് ഞാൻ വിദേശത്ത് കടന്നു പോകുന്നത്. ആ സാഹചര്യത്തിലൊക്കെ ടിക്കറ്റ് റേറ്റ് ഒക്കെ ഒത്തിരി ഹൈ 1 lakhും 1.20 ഒക്കെ ആയിരുന്ന സാഹചര്യത്തിലാണ്. പക്ഷെ ദേവസ്ഥനിൽ വീണ്ടും കർത്താപ്പച്ച എന്റെ കയ്യിൽ ഒന്നുമില്ല, കർത്താവ് അത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞ സാഹചര്യം ഞാൻ അന്ന് UK കടന്നു പോകുന്ന പോലെ 26,000 രൂപയുടെ ടിക്കറ്റിനെ കടന്നു പോകുന്നത്. ഒത്തിരി ലാക്സിന്റെ എല്ലാം ഓരോ ദിവസം 1 ലക്ഷം 1.20 ഒക്കെ ആയിരുന്നു ടിക്കറ്റ് റേറ്റ്സ് എങ്കിൽ, ഒരു ദിവസം കർത്താവ്, ഞാൻ പറയും എനിക്ക് വേണ്ടി കർത്താവ് അങ്ങനെ ചെയ്തെന്ന്, 26,000 രൂപയ്ക്ക് കടന്നു പോകാനൊക്കെ ഇടയിൽ തീർന്നു. അവിടെ ആയിരുന്ന സാഹചര്യങ്ങളൊക്കെ, ഒരിക്കലും ഞാൻ കോൾഡ് അർട്ടിക്കാരി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്, തണുപ്പുള്ള സ്ഥലത്ത് എന്റെ പോകുന്നതിന്റെ തലയാഴ്ചയിൽ പോലും പോയി ഡോക്ടറോട് ചോദിച്ചു, എനിക്കിങ്ങനെ തടിച്ചു പോകുന്നു, സ്കിന്നൊക്കെ ഭയങ്കര സാഗ് ആവും, ഭയങ്കര ഈ പുഴു കടിച്ചത് പോകണം, ദേഹം മൊത്തം ഹൈവ്സ് ആയിട്ട് പോകുന്നത്, ഭയങ്കര ഇച്ചിങ് ആയിരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ഡോക്ടറിനോട് പറഞ്ഞ് സ്റ്റിറോയിഡിന്റെ ടാബ്ലറ്റ്സ് എടുക്കണം, നിങ്ങളെപ്പോലുള്ള ഒരാള് തണുപ്പുള്ള രാജ്യത്ത് താമസിക്കാൻ കഴിയില്ല, അത് അത്രയേ ഉള്ളൂ എന്ന് പറയാനിടയായി തീർന്നു. പക്ഷെ വിശ്വാസത്തോടെ കടന്നു പോകാനിടയായി തീർന്നു. അവിടെ ആയിരുന്നു ഞാൻ 10-21 ദിവസം ഉപവാസം ഇരുന്ന സാഹചര്യത്തിൽ തന്നെ ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചൊന്നുമില്ല. കർത്താവ് ആ രോഗത്തെ എന്നിൽ നിന്ന് എടുത്തു മാറ്റുകൊണ്ടിടയായി തീർന്നു. അതിനുശേഷം പിന്നീടുള്ള ഓരോ ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ സമയത്തിന്റെ പരിമിതികളുണ്ടല്ലോ, ഒത്തിരി സാഹചര്യങ്ങളോടെ കടന്നുപോയി. അപ്പം ആ സാഹചര്യങ്ങളോടെ കടന്നു പോകുന്ന സാഹചര്യം, പ്രത്യേകിച്ച് ഞാൻ അവിടെ പോയി പഠിത്തം കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം എന്റെ അച്ഛനൊക്കെ കടന്നു വരാനിടയായി. എന്റെ ആദ്യത്തെ കുഞ്ഞ് ഇപ്രകാരം വളരെ പ്രയാസത്തോടെ ഞാൻ കടന്നു പോകുന്നത്. ഞാൻ ദേവസ്ഥനിൽ ഒത്തിരി അടമുണ്ടായിരുന്നു, എനിക്ക് ഇത് മതി, എനിക്ക് ഈ കുഞ്ഞിനെ മാത്രം വളർത്തിയാൽ മതി, ഇനി അടുത്തൊരു പ്രയാസം എനിക്ക് അനുഭവിക്കാൻ കഴിയില്ല. എന്നാൽ അതിനുശേഷം ദേവദാസനോട് എന്നോട് സംസാരിച്ചു, നിന്റെ കുഞ്ഞ് ഇങ്ങനെ ജനിച്ചത് നിന്റെ കുഴപ്പം കൊണ്ടല്ല, അവളിലൂടെ ദൈവനാമം മഹത്വപ്പെടേണ്ടതിനാ. അങ്ങനെ പറഞ്ഞ് ഇനിയും ദൈവം നിനക്ക് തലമുറകൾ നൽകും. ഞാൻ അങ്ങനെ ദൈവത്തോട് ക്ഷമ ചോദിച്ച് ദൈവസ്ഥനിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ്, എന്റെ തെറ്റെങ്കിൽ എന്നോട് ക്ഷമിക്കണേ, നിന്റെ ഹിതം പോലെ എന്റെ ജീവിതത്തിൽ നടക്കണം. ദൈവനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഒരു ആൺതലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. പിന്നീട് ദൈവനോട് സംസാരിക്കാൻ ഇടയായി, ഞാൻ നിനക്ക് ഒരു ആൺതലമുറയെ നൽകി തരും, അവന് ജോനഥൻ എന്ന് പേരിടണം. അപ്രകാരം തന്നെ രണ്ടാമത് കർത്താവ് ഞങ്ങൾക്ക് ഒരു ആൺതലമുറയെ നൽകി തന്നു, അവന് ജോനഥൻ എന്ന് പേരിട്ടു. അവനിപ്പോ 3 വയസ്സുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും അടമണ്ടായി നിന്നു.
ഞാൻ കാൺകുഞ്ഞായി പെൺകുഞ്ഞായി ഇനി ഒരു തലമുറയുടെ ആവശ്യമില്ല. പ്രിയമുള്ളവരെ, നമുക്ക് എപ്പോഴും ഓൺ വില്ലിൽ ചലിക്കുവാൻ ഒരു ദൈവത്തിലായിരിക്കാൻ നമുക്ക് അധികാരമില്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം പ്രീ പ്ലാൻഡാ. നമ്മൾ ജനിക്കുന്നതിന് മുന്നേ പ്രീ പ്ലാൻഡാ. ആ പ്ലാൻ ചെയ്ത് ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സമയാസമയങ്ങൾ ദൈവത്തോട് ചോദിക്കുക. അടുത്തത് എന്താ, അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാ, ദൈവത്തോട് ചോദിക്കുക. അത് നമ്മൾ നിവൃത്തീകരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ബാക്കി ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ തലമുറകളുമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ ചിന്തിച്ച് പലപ്പോഴും നമ്മൾ തന്നെ ഡിസിഷൻ എടുക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ റൈറ്റും ഇല്ല. ദൈവത്തോട് ചോദിക്കുക, അത് നമ്മളിലൂടെ നിവൃത്തീകരിക്കാൻ ദൈവം അതിന്റെ സഹായം ചെയ്തു തരിക തന്നെ ചെയ്യും. പലപ്പോഴായിട്ട് ഞാൻ അങ്ങനെ ഓൺ വില്ല് ജീവിച്ചൊരു ആളാ. എന്റെ ആഗ്രഹത്തിനൊത്ത് ഞാൻ ജീവിച്ചിരുന്ന ഒരാളാ. എന്നാൽ പിന്നീട് എനിക്ക് മിസ്കാരേജസ് വരുവാനിടയായി. അങ്ങനെ വന്നപ്പോൾ ഞാൻ ദേവസ്വനിൽ വീണ്ടും വരുന്നു, കർത്താപ്പച്ച സുശേഷ വേലയ്ക്ക് വേണ്ടി ഇനിയും ഞങ്ങളിലൂടെ തലമുറകളെ ഞാൻ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവ് എന്നോട് സംസാരിക്കണം, ഞാൻ സബ്മിസീവ് ആയിക്കോളാം, എന്നോട് ക്ഷമിക്കണേ, എനിക്ക് കൃപ തരണമേ എന്ന് പറഞ്ഞ് ദേവസ്വനിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് ഒരു കാര്യം മാത്രം പറഞ്ഞു, കർത്താപ്പച്ച ഇനി തലമുറകൾ നൽകുന്നെങ്കിൽ നീ എന്നോട് സംസാരിക്കണം. നീ എന്നോട് സംസാരിക്കുന്നെങ്കിൽ ഞാൻ അത് തയ്യാറായെന്ന് പറയാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിക്കാനായിട്ട് കടന്നുപോയത്. ഞാൻ അതുപോലെ തന്നെ ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ ജോലികൾക്ക് ഇന്റർവ്യൂസ് ഒക്കെ പാസ്സാവുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ സ്പോൺസർഷിപ്പ് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ നിന്നെ വശീകരിച്ച് നിർജ്ജന പ്രദേശത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് ഞാൻ നിന്നോട് കൃത്യമായി സംസാരിക്കും. UK 5 വർഷക്കാലം കഴിഞ്ഞ് 5 വർഷക്കാലം ഞാൻ ആയിരുന്നു. ആ സാഹചര്യത്തിൽ ഞാൻ ജോലിക്കായി കടന്നു പോയതെങ്കിൽ ഒരിക്കലും ദൈവം എന്നോട് പറയുക, ഞാൻ നിന്നെ കൊണ്ടുപോയി പഠിപ്പിച്ചിട്ട് മടക്കി കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും UK കടന്നു പോകത്തില്ലായിരുന്നു. ഞാൻ അവിടെ കടന്നുപോയി, ജോലിക്കായി കടന്നുപോയി, സാധാരണയുള്ള മനുഷ്യരെ പോലുള്ള സ്വപ്നത്തിലൂടെയൊക്കെ ഞാൻ കടന്നുപോയത്. പക്ഷെ അവിടെ വെച്ചിട്ടാ കർത്താവ് എനിക്ക് വിലപ്പെട്ടതിനെയൊക്കെ, എന്റെ വിദ്യാഭ്യാസത്തെ, എന്റെ ജോലി മേഖലകളെയൊക്കെ ചക്കി കൊണ്ടുവച്ച് ദൈവത്തിന് അടുത്ത് പണി തുടങ്ങുവാനിടെ ഇന്റർവ്യൂസ് പാസ്സാവും. പക്ഷെ എനിക്ക് സ്പോൺസർഷിപ്പ് ലഭിക്കുവാനിട വന്നില്ല. വിസയുടെ പ്രശ്നങ്ങളായി, ജോലിയില്ലാത്ത അവസ്ഥകളായി, നിരാശകളായി, ലിമിറ്റേഷൻസ് ഒക്കെ ഞാൻ ഫേസ് ചെയ്യാൻ തുടങ്ങി. ആ സാഹചര്യത്തിലൊക്കെ ആദ്യമൊക്കെ പെറുപെറുക്കുമായിരുന്നു, പരാതി പറയായിരുന്നു. പിന്നീട് കർത്താവിന്റെ കൈയിട്ടടിച്ച് നീന്തൽ പഠിക്കുന്നത് പോലെ പിന്നീട് ദൈവസന്നിധിയിൽ വിശ്വാസം പറയാൻ തുടങ്ങിയപ്പോൾ ദൈവം ഓരോരോ അത്ഭുതങ്ങളായി ഓരോ സമയങ്ങളിൽ പ്രവർത്തിക്കാനിട വന്നു. അങ്ങനെയുള്ള ജോലിയില്ലാതെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയില്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സമയം ദൈവം എന്നോട് ഞാൻ ഒരു ഞായറാഴ്ച രാവിലെ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കുക, സങ്കടദേശത്തെ യഹോവനെ വർദ്ധിപ്പിച്ചു, ഞാൻ നിനക്ക് 3ാമത്തെ കുഞ്ഞിനെ തരാൻ പോവുക. മാനുഷികമായി മാതാപിതാക്കളൊക്കെ പറയും, ഇങ്ങനെയുള്ള ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ പലരും നിരാശ പറയാൻ തുടങ്ങി. ഇങ്ങനെയുള്ള സാഹചര്യം സെറ്റിൽ ആയിട്ട് വേണ്ട കുഞ്ഞുങ്ങള്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ മക്കളെ വളർത്തും, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന കമന്റ്സ് ആണല്ലോ. അങ്ങനെ കേൾക്കുവാനിടയായി ആദ്യമൊക്കെ പ്രയാസം തോന്നി. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കി കർത്താവിനോട് പറഞ്ഞു, കർത്താവച്ച തലമുറയെ നൽകി തന്ന ദൈവമെങ്കിൽ ഇതിനെ പുലർത്തുവാൻ നിനക്ക് തീർച്ചയായും കഴിയും. അങ്ങനെ ആ പ്രഗ്നൻസിയിൽ ദൈവത്തിന്റെ കൃപ കൂടിയിരുന്നു. ഞങ്ങൾ അവൾക്ക് ഫെയ്ത്ത്ലൻ എന്നാ പേരിട്ടിരിക്കുന്നത്. 3ാമത്തെ ഒരു പെൺ തലമുറയെ കർത്താവ് നൽകി തന്നു. കാരണം അവൾ പ്രഗ്നന്റ് ആയിരുന്ന സമയം മുതൽ വിശ്വാസത്തിന് മാത്രമായിരുന്നു. ജോലി നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ലിസ്റ്റുകളായി ആവശ്യങ്ങളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 ലക്ഷം രൂപയെങ്കിലും വേണം അവിടെ ഞങ്ങൾക്ക് ജീവിച്ചു പോകണമെങ്കിൽ. പക്ഷെ ഒരാളോടും വിശ്വാസത്തിൽ ദൈവം ഉറപ്പിക്കാൻ തുടങ്ങിയതിനു ശേഷം ഞങ്ങൾ ഒരു മനുഷ്യനോട് വായ്പ മേടിക്കാൻ ഇട വന്നില്ല. ദൈവസന്നിധിയിൽ അത് വെച്ച് സ്തോത്രം ചെയ്യും. ആദ്യം ദൈവത്തോട് അപേക്ഷിക്കും, പിന്നെ സ്തോത്രം ചെയ്ത് കർത്താവ് ചെയ്യാൻ പോകുന്നതിനായ സ്തോത്രം എന്ന് പറയുന്നത്. ഞാൻ 2-3 ഉദാഹരണം പറഞ്ഞ സമയം പ്രയാസം ഉണ്ടോ ഒന്ന് പറയാവോ? ഞാൻ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരെയും പോലെ പ്രഗ്നൻസിയിൽ നമുക്ക് ഒത്തിരി ക്രേവിംഗ് ഉണ്ടാവുമല്ലോ. ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വിസയുടെ പ്രശ്നങ്ങൾ എപ്പോൾ വേണേലും സംഭവിക്കാം, എപ്പോൾ വേണേലും രാജ്യം വിട്ട് പോകുവാനുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാം. ആ സാഹചര്യത്തിൽ ഞാൻ ഒരു ദിവസം എനിക്ക് കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായി, കപ്പ ബിരിയാണി തിന്നണമെന്ന് വലിയ ആഗ്രഹം. പക്ഷെ നമ്മുടെ വീട്ടിൽ കപ്പയില്ല, ഇഞ്ചിയില്ല, എല്ലില്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മുടെ വീട്ടിലാക്കിയെങ്കിൽ, ഞാൻ ഇതൊക്കെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ദൈവം നമ്മളെ കാണുന്ന ദൈവം എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുവാന്. ഈ ലിമിറ്റേഷൻസ്, കപ്പയില്ല, എല്ലില്ല, ഇഞ്ചിയില്ല. ഞാൻ അങ്ങനെ കർത്താപ്പച്ച ഇങ്ങനെ ആഗ്രഹമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അതും ഹസ്ബൻഡിനോടല്ല പറഞ്ഞുകൊണ്ടിരുന്ന, ദൈവത്തോടാ പറയാ. അപ്പൊ കാരണം അച്ഛൻ അത് എങ്ങനെയും മേടിച്ചു തരും. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ദേവസന്നിധിയിൽ പറയാനിടയിൽ, കർത്താപ്പച്ച എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, എല്ലാറ്റിനും ദൈവത്തിന് നന്ദി, അങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് അന്നത്തെ ദിവസം ഞാനിങ്ങനെ കുക്ക് ചെയ്തു, ഉള്ള ആഹാരമൊക്കെ കഴിച്ച് അന്നത്തെ ദിവസമാണ് പിറ്റേ ദിവസമാണെന്ന് അറിയില്ല, ഞങ്ങളുടെ പാസ്റ്റർ വിസിറ്റിങ്ങിനൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നോക്ക് ചെയ്യാൻ ഇടയായി തീർന്നു. നോക്ക് ചെയ്ത് അച്ഛൻ പോയി വാതിൽ തുറന്നു. അപ്പൊ ഒരു പൊതി എന്റെ പ്രേസിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ ഒരു ചേച്ചി കൊടുത്തു വിട്ടു, ചർച്ചിൽ തന്നെ ഒരു ചേച്ചി കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാൻ ആ പൊതി ഒന്ന് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കപ്പയുണ്ട്, എല്ലുണ്ട്, ഇഞ്ചിയുണ്ട്. നമുക്കറിയാം, നമ്മൾ നാട്ടിലാണെങ്കിൽ അയൽവാസികൾക്കൊക്കെ ഇഞ്ചിയൊക്കെ കൊടുക്കും. പക്ഷെ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഒരിക്കലും ഇഞ്ചിയൊന്നും കൊടുക്കുന്നതല്ല. ഞാൻ ഒരിക്കലും അവരോട് എന്റെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടില്ല, ആഗ്രഹങ്ങളും പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴെന്ത് ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം, നിന്റെ വീട്ടിലെ ചെറിയ
ഇതിന്റെ പോരായ്മ പോലും, ചെറിയ ഒരു കാര്യമാണ്, അതിന്റെ പോരായ്മ പോലും ഞാൻ അറിയുന്നുണ്ടെന്ന് വേണമെങ്കിൽ അവർക്ക് കപ്പ ബിരിയാണി വെച്ചു കൊടുത്തു വിടാം. പക്ഷെ എന്നാലും എന്റെ കർത്താവിന് എന്നോടുള്ള സ്നേഹത്തെ, എന്റെ വിശ്വാസത്തെ വർദ്ധനവിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവ് എനിക്കൊരു അനുഭവം തരണേ എന്ന് പറയുമ്പോൾ കർത്താവ് അതെനിക്കൊരു അനുഭവമായി തീർന്നു, അനുഭവം നൽകി തരാനിടയായി തീർന്നു. അങ്ങനെ കപ്പയും മേലെ ഇഞ്ചി അവർ കൊടുത്തു വിടാനായിട്ട് തീർന്നു. അതിനുശേഷം വേറൊരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങള് കുഞ്ഞുങ്ങൾക്കൊക്കെ ഡയപ്പറൊക്കെ തീർന്ന് അങ്ങ് അറ്റെത്തി, ലാസ്റ്റ് 2 ഡയപ്പേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ അതിന് ദൈവത്തിന് നന്ദി പറയും. അപ്പോഴായിരിക്കും ആരെങ്കിലും വന്നിട്ട് ഡോറെ നോക്കി ചെയ്തിട്ട് ഡയപ്പേഴ്സ് കൊണ്ടുവന്നിരുന്നത്. നമ്മുടെ ദേവസ്ഥാനത്തിൽ നമ്മുടെ ആവശ്യം പറഞ്ഞാൽ മതി, ദൈവം അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ജോലിക്ക് പോവാൻ, അതായത് ഞാൻ പറയുന്നത് ഒരിക്കലും ജോലിക്ക് പോകാൻ അവസരം ഉണ്ടായിട്ട് ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യമല്ല. എല്ലാം നമ്മളല്ല, പുറമേ നിന്ന് നമ്മുടെ 4 ഭാഗത്തുനിന്നും അവസ്ഥകൾ അടഞ്ഞിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് എന്നും നമ്മുടെ ആവശ്യങ്ങൾ ജനുവനെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അങ്ങനെ പല അവസ്ഥകളും. ഒരു സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എക്സിമയായിട്ട് വളരെയധികം ഭാരപ്പെട്ടു. ഞാൻ പലപ്പോഴും പിശാച് പല സമയങ്ങളിൽ നമ്മുടെ ചിന്തകളെ പലപ്പോഴും എഫക്ട് ചെയ്യും. അഭിഷേകം പ്രാപിച്ചിട്ടും പിന്നീട് അന്യഭാഷകളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരിടയ്ക്ക് എന്റെ ഉള്ളിലേക്ക് തീവ്രമായ ചിന്ത കൊണ്ടിരുന്നു, നീ അഭിഷേകം പ്രാപിച്ചിട്ടുള്ളൂ, ഇനി ഈ പറയുന്നൊക്കെ തെറ്റായ അന്യഭാഷയാ, ഞാൻ പിന്നെ പറയാതെ. പക്ഷെ ഈ ഒരു വേദന ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പങ്കുവച്ചു, കർത്താവ് എന്നെ ഒന്നും കൂടെ നിറയ്ക്ക്, എന്റെ ഈ ചിന്തയൊന്ന് മാറ്റിത്താ, എന്നെ ഒന്ന് അനുഗ്രഹിക്കുക, എനിക്ക് ഈ അവസ്ഥകൾക്ക് ഒരു മാറ്റം വേണം എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങൾക്ക് ചൊറിച്ചിൽ ഭയങ്കരമായി, എക്സിമ വന്നിട്ട് വളരെ ചൊറിച്ചിൽ, രാത്രികളിലൊക്കെ സൈക്കിൾ ചവിട്ടുന്ന പോലെ ചൊറിയും. ആ സാഹചര്യത്തിൽ എന്റെ ഹസ്ബൻഡ് പിന്നീട് ഇടയ്ക്ക് ജോലി കിട്ടും, ഇടയ്ക്ക് ജോലി പോകും, അങ്ങനത്തെ സാഹചര്യം. അപ്പൊ പലപ്പോഴും ഈവനിങ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് 3:30 പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വരത്തുള്ളൂ. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ വെച്ച്, ഞാൻ പ്രഗ്നന്റ് ആണ്, 3ാമത്, ഈ 2 കുഞ്ഞുങ്ങളേക്കും ചൊറിച്ചിൽ തൂത്തു കൊടുക്കണം. 3ാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സാഹചര്യം, രാത്രികളിൽ ഉറക്കമില്ലാത്ത സാഹചര്യം. അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് പെറുപെറുക്കാം. എന്നാൽ നമ്മുടെ വചനം പറഞ്ഞ് വിശ്വസിക്കുന്നവനിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും. നമ്മൾ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് പോലും തടസ്സമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസമാ. കാരണം നമുക്ക് ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് 2 രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയം ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുകൊണ്ട് പറയുക. ഞാൻ ആ സാഹചര്യത്തിലൊക്കെ എനിക്ക് വളരെ നാളുകളായി ചൊറിച്ചിലായി, ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കാൻ ഇൻസ്റ്റന്റ്ലി ദൈവം ഹീൽ ചെയ്ത അവസ്ഥകളുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ ഒരു ദിവസം എന്റെ കുഞ്ഞിന് ശരീരം മൊത്തം കുരുക്കളായിട്ട് വന്നിട്ട് ദൈവം ഇൻസ്റ്റന്റ്ലി ഒരു രാത്രി കൊണ്ട് ഹീൽ ചെയ്ത അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ കർത്താവിന്റെ ഇഷ്ടം അത് എപ്പോൾ സൗഖ്യമാക്കണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഈ എക്സിമ അങ്ങ് വേഴ്സണായിട്ട് വളരെയധികം പ്രയാസം അനുഭവിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. ഒന്ന്, കർത്താവ് ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും സൗഖ്യമാവുന്നില്ലല്ലോ, എന്നാൽ ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, അതൊന്നും നമ്മുടെ റെസ്പോൺസ്. പക്ഷെ 2ആണെങ്കിൽ, കർത്താവെ ഞാൻ ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ റെസ്പോൺസ് 2ാമതായിരുന്നു, കർത്താവെ ഞാൻ ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കാണത്തക്ക രീതിയിൽ സൗഖ്യമൊന്നും കാണുന്നില്ലെങ്കിലും ഞാൻ അങ്ങിൽ വിശ്വസിക്കുക, കർത്താവെ നീ ചെയ്യുന്നതിനായ സ്തോത്രം, ഞാൻ കാണത്തക്ക രീതിയിലേക്ക് അങ്ങ് കുഞ്ഞുങ്ങളുടെ ശരീരത്തെ സൗഖ്യമാക്കാൻ പോകുന്നതിനായ സ്തോത്രം. ഓരോ രാത്രികൾ ഈ 2 കുഞ്ഞുങ്ങളെ തോളത്തിട്ട് ഈ വയറും വെച്ച് ഞാൻ കട്ടിലിൽ ഇരുന്ന് നിലവിളിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച അവസ്ഥകളൊക്കെ ഉണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊന്നും മാറ്റങ്ങളില്ല. പക്ഷെ ആ കുഞ്ഞുങ്ങള് ചിലപ്പോൾ നേരം വെളുക്കോളം ഇതായിരിക്കും, നമുക്ക് ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിങ്ങനെ പ്രാർത്ഥിച്ച് വിശ്വാസം പറഞ്ഞുകൊണ്ടേയിരിക്കും, ദൈവവചനം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ അങ്ങനെ ദൈവവചനത്തെ അയച്ചു പ്രാർത്ഥിക്കുക, ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് അയച്ചു പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ വിശ്വാസം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ വിശ്വസിക്കുന്നതിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുമെന്ന വചനം പറയുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്യഭാഷകളുടെ കാര്യത്തിൽ എനിക്ക് സംശയം വന്നു, വളരെ പ്രയാസമുണ്ടായി. ഞാൻ അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അവിടെ ആയിരുന്നത്. ഒരു ചർച്ചില് ഒരു വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞില്ല, എന്നെ ഒന്നും കൂടെ നിറയ്ക്കണം, എന്റെ ചിന്തയൊന്ന് മാറ്റിത്തരണം, അതെനിക്കൊരു അനുഭവമായി മറ്റുള്ളവരോട് പറയാൻ ഇടവരുത്തണം. ഇതൊക്കെയാണ് ഞാൻ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം കുഞ്ഞിനെ ഫീഡ് ചെയ്തിട്ട്, 3ാമത്തെ കുഞ്ഞിനെ ഫീഡ് ചെയ്തിട്ട് സോഫയൊക്കെ അടുത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ പുട്ടിന് കുത്തിയതുപോലെ, പുട്ടിന് പുറകിന് കുത്തുന്ന പോലെ ഞാൻ ഈ ഭാഷ പറയാൻ തുടങ്ങി. അത് ഏറ്റവും ഉച്ചത്തിലാവാൻ ആയി തുടങ്ങി, പുതുഭാഷകളിലേക്ക് പറയാൻ തുടങ്ങി. അതിനുശേഷം അന്ന് രാത്രിയിൽ വീണ്ടും 12:30 ഇപ്പൊ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ രാത്രി മുതൽ 12 മുതൽ, നോർമലി ഞാൻ ഒച്ചനും കൂടെ നൈറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കും. ജോലിയില്ലാത്ത സാഹചര്യങ്ങളിൽ ഒത്തിരി സമയം, രാവും പകലും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ആ രാത്രികളിലൊക്കെയാണ് ഉറക്കമില്ലാത്തതിനും ചൊറിച്ചിലിനൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ നന്ദി പറയാൻ തുടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊറിയാൻ തുടങ്ങി, കുഞ്ഞുങ്ങളുടെ ഈ ചൊറിച്ചിലാണ് എന്നെ
എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഈ അവസ്ഥകളിലൂടെയൊക്കെ പോയതാണ് എന്റെ കർത്താവിനോട് സ്നേഹം എന്നിൽ വർദ്ധിപ്പിച്ചതും ദൈവത്തെ അനുഭവിക്കുവാനും ഒക്കെ അത് കാരണമായി തീർന്നത്. അപ്പോൾ ഞാൻ എല്ലാറ്റിനും ദൈവമേ, കുഞ്ഞുങ്ങൾ ചൊറിയുന്നതിനായി ദൈവത്തിന് നന്ദി. കാരണം എന്റെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുവല്ലോ. ദൈവം അവരെ സൗഖ്യമാക്കുമ്പോൾ ഇത് കർത്താവ് സൗഖ്യമാക്കിയത് എനിക്ക് ലോകത്തോട് പറയാലോ. അത് മാത്രമല്ല, ഒന്നും കാണാത്തപ്പോൾ ഞാൻ ഇങ്ങനെ പറയായിരുന്നു, ഞാൻ സഹോദരന്മാരോട്, സഹോദരിമാരോട്, കുടുംബങ്ങളോട്, ഭാര്യ ഭർത്താക്കന്മാരോട്, ദൈവസഭകളില്, സൂം മീറ്റിങ്ങുകളിൽ, യൂട്യൂബുകളിൽ ഒക്കെ ഞാൻ എന്റെ സാക്ഷ്യം പറയും. വരുവൻ, യഹോവ എന്റെ ജീവിതത്തിൽ ചെയ്ത് ഇപ്രകാരം എന്ന് ഞാൻ വിവരിക്കും. ഇത് ഞാൻ ഇങ്ങനെ ഡിക്ലെയർ ചെയ്തുകൊണ്ടേയിരുന്നു. നീ കേൾക്കണം, ആരും കേൾക്കാനില്ല. വീട്ടിൽ ഞാനും എന്റെ കുഞ്ഞുങ്ങളും മാത്രമേ കേൾക്കാനുള്ളൂ. പലപ്പോഴും അച്ഛൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളുടെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നത്. എന്നിട്ട് ഞാൻ ദേവസ്ഥാനത്തിൽ ഇരുന്നിങ്ങനെ, അപ്പൊ ഞാൻ ഒരു തീരുമാനം, ഞാൻ ജഡത്തിൽ വിതയ്ക്കത്തില്ല. നമ്മൾ പെറുപെറുക്കുകയും പരാതി പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ജഡത്തിൽ വിതയ്ക്കും. എന്നാൽ ഞാൻ ആത്മാവിൽ എല്ലാ ദിവസവും വിതയ്ക്കുമെന്ന് ഞാൻ തീരുമാനമെടുത്തു. കണ്ണുനീരോടെ, ജോലിയില്ലാത്ത സാഹചര്യങ്ങൾ, ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോയപ്പോഴാണ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട് ചേർന്ന് നിന്നവരൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി, നിനക്ക് ബാക്കി നിന്റെ സഹോദരങ്ങൾക്ക് ഇല്ലാത്ത പ്രയാസം എന്താ? നീ ഇത്രയും പഠിച്ചിട്ട് നീ എന്തായി തീർന്നു? നിനക്ക് എന്താ, നിനക്ക് മാത്രം എന്താ ഇങ്ങനെയെന്നുള്ള ചോദ്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങിയത്. അപ്പോഴൊക്കെ ഞാൻ തീരുമാനിച്ചു, കർത്താവ്, ഞാൻ ആത്മാവിൽ വിതയ്ക്കും. ഇത് കൊയ്യും, ഇത് വിത്തായി പാകും, ഇത് കിളിർക്കും, ഇത് ഒരിക്കൽ ഇതിനൊരു കൊയ്ത്തുണ്ട്. അങ്ങനെ ഞാൻ ദേവസ്ഥാനത്തിൽ ഞാൻ മേക്ക് ഷുവർ ചെയ്തു, ഞാൻ നിരാശപ്പെട്ടിട്ട്, ഞാൻ വേദനിച്ചിട്ട് പിശാച് സന്തോഷിക്കത്തില്ല. ഞാൻ നെഗറ്റീവ് പറഞ്ഞത് കേട്ടിട്ട് പിശാച് സന്തോഷിക്കത്തില്ല. 4 ഭാഗത്തുനിന്നും പ്രയാസം ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടായി. എന്റെ മമ്മി, അച്ഛന്റെ മമ്മി രണ്ടാമത്തെ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ കടന്നു വരാനൊക്കെ ഇടയായി തീർന്നു. ആ സാഹചര്യം ഞാൻ ഒരു ചെറിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു, അതൊക്കെ ട്രൈ ചെയ്തു. അപ്പൊ ജോലി ഒന്നും, ചെറിയ കൊച്ചു ജോലി പോലും എനിക്ക് ലഭിക്കാൻ ഇട വന്നില്ല. വളരെ സങ്കടം തോന്നി. ദേവസ്ഥാനത്തില് ആ വിഷയത്തെ പങ്കുവച്ച്, കർത്താവെ, ജോലി ഒന്നുമില്ല, ജീവിതത്തിന്റെ വലിയ ആഗ്രഹങ്ങൾക്കല്ല, ജീവിതം രണ്ടറ്റും കൂടെ കൂട്ടുമുട്ടിക്കാനുള്ള പ്രയാസത്തില. നമുക്കറിയാം, നമ്മളൊരു സമ്പന്ന രാജ്യത്തിലാണ് ജീവിക്കുന്നത്. എത്രമാത്രം നാട്ടിലുള്ളവരൊക്കെ വിശ്വസിക്കുന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ദേവസ്ഥാനത്തിൽ പറഞ്ഞ, കർത്താവച്ച, ദൈവമേ, ഒരു ചെറിയ ജോലി തരണേ. ദേവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ പ്രാർത്ഥിച്ചപ്പോഴൊന്നും ജോലി കിട്ടിയില്ല കേട്ടോ. പക്ഷെ പലപ്പോഴും ക്ലോസ് ഡോസ് ദൈവത്തിന്റെ വലിയ പ്രൊട്ടക്ഷൻ. ഞങ്ങളുടെ വിസയുടെ സംബന്ധം വിസ അവസാനിച്ച് അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് വെക്കേണ്ടതിന് ഏകദേശം 15 ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ 1 രൂപയില്ലാത്ത സാഹചര്യം. ആ സാഹചര്യത്തില് ഞങ്ങൾ സോളിസിറ്ററിനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്? ഇല്ല. അങ്ങനെയെങ്കിൽ ഫീസ് വേവ് ഓഫ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ അതിന് മുമ്പ് വെക്കാൻ കഴിയും, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വെക്കാം. അതിങ്ങനെ പറയാൻ ഇടയായി തീർന്നു. ഞങ്ങൾ അങ്ങനെ ആ ഫീസ്, ഈ 15 ലക്ഷം രൂപ വേവ് ഓഫ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അതിനൊരു ആപ്ലിക്കേഷൻ, ഫീ വേവർ വെച്ച് അതിനുള്ള കാര്യങ്ങൾ ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പോകാതിരുന്നത് കൊണ്ട് ഞങ്ങളുടെ ഗവൺമെന്റ് അതെല്ലാം നോക്കിയിട്ട് ഞങ്ങളുടെ ഈ 15 ലക്ഷം രൂപ എഴുത്തള്ളുവാൻ ഇടയായി തീർന്നു. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ പെറുപെറുക്കും, നമ്മൾ പരാതി പറയും. പക്ഷേ ഒരപ്പനായിരുന്നു കൊണ്ട് കർത്താവ്, ദൈവം നമുക്ക് വേണ്ടി കരുതുന്നതായിരിക്കാം. ആ 15 ലക്ഷം രൂപ നാളെ ഞങ്ങൾ കൊടുക്കേണ്ടി വരുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് പോയിരുന്നുവെങ്കിൽ 2 പേരും ജോലി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ആ ഫീസ് അടക്കേണ്ടി വന്നേനെ. എല്ലാവരും പൈസ കൊടുത്ത് ആപ്ലിക്കേഷൻ വെച്ചപ്പോൾ ഞങ്ങൾ 1 രൂപ പോലും കൊടുക്കാതെ ഞങ്ങൾ ആപ്ലിക്കേഷൻ വെക്കുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ ദൈവം അത്ഭുതമായി നടത്തി. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവജല നദി ഒഴുകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും വിശ്വാസം പറയാ, പിശാചിന് ഇടം കൊടുക്കാതിരിക്കുക, നിരാശ പറയാതിരിക്കുക. എപ്പോഴും ഏത് സാഹചര്യത്തിൽ നോക്കി, തലമുറകളെ നോക്കി, ഞാൻ എന്നും എന്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് വരും, കർത്താപ്പച്ച, നമുക്കൊരു യുദ്ധം വരുമ്പോഴേക്കും എല്ലാ രാജ്യങ്ങളും അവരുടെ സമ്മറൈൻസും ഒക്കെ അതിനൊക്കെ ഓക്കുപ്പൈഡ് ആയിട്ട് വെക്കും. അതിന്റെ അത്യാവശ്യം സമയങ്ങൾ അതിന് ഉപയോഗിക്കുള്ളൂ. എന്നതുപോലെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് പറയും, കർത്താപ്പച്ച, ഞാൻ ആത്മാവിൽ ഒരു അമ്മ എന്നുള്ള രീതിയിൽ ആത്മാവിൽ വിതച്ചുകൊണ്ടിരിക്കുക. ഈ കുഞ്ഞുങ്ങളെ കർത്താവ് കരുതി വെച്ചിരിക്കുന്ന അവരുടേതായ മേഖലകൾ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നതിനായ സ്തോത്രം. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായിൽ ബലം കൽപ്പിക്കുന്ന വചനത്തെ ഞാൻ അവകാശമായി ചോദിക്കുക. അതെന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അത് കാണിക്കണമേ, ആ വചനത്തെ ഞാൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈ വെച്ചിട്ട് ഞാൻ തന്നെ പ്രവചിക്കുക. ഏറ്റവും കൂടുതൽ അവരെ നോക്കി പ്രവചിച്ചിട്ടുള്ളത് ഞാൻ തന്നെയാ. തലയിൽ കൈ വെച്ച് പ്രവചിക്കും. 3 പേരുടെ തലയിൽ കൈ വെച്ച് പ്രവചിക്കും. എന്നിട്ട് പറയും, ഇവര് ദൈവരാജ്യത്തിന് വേണ്ടി സമയങ്ങളില് ചില മിഷന് വേണ്ടി ദൈവം ഇറക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മിഷന് വേണ്ടിയിട്ട്, ചില പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയിട്ട് ചില ഗവൺമെന്റ്സ് അല്ലെങ്കിൽ മിലിറ്ററി ഒക്കെ ചില എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നത് പോലെ ദൈവം ഇവരെ ശക്തമായി ഉപയോഗിക്കും എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എന്ത് ലിമിറ്റേഷൻസ് ആവട്ടെ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സമയത്തിന് പരിമിതി വരുന്നത് കൊണ്ട് തന്നെ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോയി. എത്രമാത്രം എനിക്ക് പറയാൻ കഴിഞ്ഞെന്നറിയില്ല. ഇന്ന് ഇരുന്നാലും പറയത്തക്ക രീതിയിൽ കൊച്ചു ജീവിതമാണെങ്കിലും ഈ 36 വയസ്സ് എനിക്ക് ആയിട്ടുള്ളെങ്കിലും ചെറിയ അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ പങ്കുവയ്ക്കുക. ഞാനിങ്ങനെ നിരാശ പറയാതെ ആയി വിശ്വാസം പറയാൻ തുടങ്ങിയപ്പോൾ ആ വിശ്വാസം ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി.
ഞാൻ പറഞ്ഞല്ലോ, രാത്രികളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വിശ്വാസം മാത്രം, ദൈവവചനം നമുക്ക് പലപ്പോഴും ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ മാനുവൽസും ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള മാനുവൽസ് ഉണ്ട്. എന്നതുപോലെ നമ്മൾ എന്നുള്ള വ്യക്തിത്വത്തെ ദൈവം പ്ലാൻ ചെയ്ത് പദ്ധതി ചെയ്ത് വെറുതെ അല്ല വിട്ടിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഉപയോഗിക്കേണ്ടത്, നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ദൈവവചനം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആ മാനുവൽ എങ്ങനെ ഉപയോഗിക്കണം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ലോകത്തിലെ മനുഷ്യർ എങ്ങനെയാണോ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നത് അതുപോലെ നമ്മൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുക. എന്നാൽ ദൈവജനത്തിനെ സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളായി തീർന്നു കഴിയുമ്പോൾ, നമുക്ക് ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്കൊരു മാനുവൽ ഉണ്ട്. അത് പ്രകാരമാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ പലപ്പോഴും നമ്മളത് മറന്നു പോകുന്നു. ഇന്ന് ഞാൻ അത് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പലപ്പോഴും എന്റെ ജീവിതത്തിന് സഹായമില്ലാത്ത, മനുഷ്യരാരും സഹായമില്ലാത്ത സാഹചര്യം, ആ സാഹചര്യത്തിൽ നമുക്ക് പറയോ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ. അത് പലപ്പോഴും നമ്മളെ പിശാച് ഇങ്ങനെ സൂത്ത് ചെയ്ത് ഒന്നും കൂടെ പറയും, നിനക്ക് ആരുമില്ല. അത് പിശാചിന്റെ വാക്കുകൾ. പക്ഷെ നമ്മൾ അപ്പൊ പറയണ്ടേ, ഞാൻ എന്റെ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. ഞാൻ അങ്ങനെ വിശ്വാസം പറയാൻ തുടങ്ങി. കർത്താപ്പച്ച, എനിക്ക് ഞാൻ മുട്ടയിലിരിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥനയിൽ വിതയ്ക്കുമ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി ഒരു സ്വർഗീയ സൈന്യം തന്നെ ഉള്ളതിനാൽ സ്തോത്രം. എന്നെ ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ എനിക്ക് സഹായമായിട്ടുള്ളതിനാൽ സ്തോത്രം. തന്നെയായി പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാൻ പറയും, കർത്താവെ, നീ എന്നെ അനാഥനായി വീഴത്തില്ല, ഞാൻ നിന്റെ അടുക്കൽ വരും. കർത്താവ്, ഈ അനാഥത്വം, മാനുഷികമായ അനാഥത്വം ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്റെ ദൈവത്തെ ഇറങ്ങി വരുന്നതിന് ഒരു സാഹചര്യം ആയിരിക്കല്ലോ, ഞാൻ അങ്ങേ വെൽക്കം ചെയ്യുക. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്റെ പ്രാർത്ഥനകളെ ഞാൻ മാറ്റാൻ തുടങ്ങിയപ്പോൾ എന്റെ അന്യഭാഷകളിൽ മാറ്റം വരാൻ തുടങ്ങി. വിശ്വസിക്കുന്നവനിൽ നിന്ന് ജീവജല നദി ഒഴുകും. പലപ്പോഴും അവിശ്വാസം നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ അവിശ്വാസം പരിശുദ്ധാത്മാവിന്റെ ആ ഒഴുക്കിനെ പോലെ തടുത്തു കളയും. എന്നാൽ നിങ്ങൾ വിശ്വാസം പറയുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ് വലിപ്പം ഇന്നതെന്ന് നമ്മൾ അറിയുക തന്നെ ചെയ്യും. ആ വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നതിനാൽ സ്തോത്രം എന്ന് ഞാൻ പറയും. അപ്രകാരം എന്റെ ജീവിതത്തെ കർത്താവ് നയിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ആ രാജ്യം വിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. ഞാൻ അപ്പോഴും പറഞ്ഞു, കർത്താപ്പച്ച, ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഡിസിഷൻ വന്ന സാഹചര്യത്തില് യു മസ്റ്റ് ലീവ് ദ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞ് ഡിസിഷൻ വന്നു. ജോലിയുടെ പല ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, വചനത്തും കൂടെ പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഞാനിങ്ങനെ, കർത്താവെ, സമ്പന്ന രാജ്യത്തും തിരിച്ചു പോവുക. ഒരു ചോക്ലേറ്റ് കൊടുക്കണമെങ്കിൽ പോലും ഞങ്ങളുടെ കരങ്ങളിൽ പണമില്ല. കർത്താപ്പച്ച, ഞാൻ എന്ത് ചെയ്യും? മനുഷ്യരുടെ മുമ്പിൽ ലജ്ജയ്ക്ക് കാരണമായി തീരില്ലേ? അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിക്കപ്പെടുകയില്ല. ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവ്, എന്റെ മുഖം പ്രകാശിക്കപ്പെടണം, എന്റെ മുഖം ലജ്ജിക്കുവാൻ ഇടവരുത്തില്ല. ഇത് രണ്ടും സംഭവിക്കണം. ഞാൻ ദിവസം ഇന്ന് പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങളൊക്കെ, ഓരോ ബിൽസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത് കർത്താവ് പ്രവർത്തിച്ച രീതികളെ പറയുവാണെങ്കിൽ ഇന്ന് രാത്രി മൊത്തം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തം ഞാൻ ഇരുന്ന് പറയും. കാരണം ദൈവസന്നദ്ധിയിൽ ഇങ്ങനെ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയും. കർത്താവ് ആരോടെങ്കിലും സംസാരിക്കും. എന്നിട്ട് ഞാനിങ്ങനെ പറയും, കർത്താവച്ച, എനിക്ക് വേണ്ടി നീ വ്യക്തികളോട് കൽപ്പിച്ചതിനായ സ്തോത്രം. ഇനി ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വ്യക്തികളെ എനിക്ക് വേണ്ടി നീ ഉപയോഗിക്കണമേ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ബന്ധമില്ലാത്ത വ്യക്തികളാ എന്റെ 50,000 രൂപ, 30,000 രൂപ, 35,000 രൂപ അങ്ങനെയൊക്കെയുള്ള ബില്ലുകൾ അടയ്ക്കാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ദൈവത്തെ എങ്ങനെ രുചിക്കുന്നതെന്ന് അറിയാവോ? കഷ്ടതയുടെ അവസ്ഥകൾ, ഏത് ലിമിറ്റേഷനാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, അവിടേക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് പോയിരുന്ന, കർത്താപ്പച്ച, എനിക്ക് നിന്നെ അനുഭവിക്കണം. ഈ ഓപ്പർച്യൂണിറ്റി, താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ അവസരത്തിനായി ഞാൻ നിനക്ക് നന്ദി പറയുക. ഇതിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാൻ പോകുന്നതിനായി നന്ദി പറയുക. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തെ രുചിക്കാൻ ഇടവരുക തന്നെ ചെയ്യും. ഞാൻ ഡിസിഷൻ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈകോർത്ത് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താപ്പച്ച, ഞങ്ങൾ എന്ത് ചെയ്യണം? ഒത്തിരി ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. എന്ത് നിങ്ങൾ നേടിയെന്ന് ചോദിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ പണ്ടൊക്കെ ചോദിക്കും, ഞങ്ങൾ ഏറ്റവും നല്ല വർഷം ഏത്, കല്യാണം കഴിഞ്ഞത് വർഷം, കുഞ്ഞുങ്ങളുണ്ടായ വർഷമൊക്കെ പറയും. പക്ഷെ ഇന്ന് ഞങ്ങളോട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല വർഷം ഏതായിരുന്നു ചോദിച്ചാൽ 2024-25 ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ലിമിറ്റേഷൻ ഞങ്ങൾ അറിഞ്ഞതും ഏറ്റവും കൂടുതൽ സ്വർഗത്തിന്റെ പ്രവൃത്തികൾ ഞങ്ങൾ കണ്ടതുമായ വർഷമാ. അത് കാരണം തന്നെ ഞങ്ങൾ പറയും, ഏറ്റവും നല്ല വർഷം അതായിരുന്നു. ഇനിയും കർത്താവിനെ രുചിക്കണം. കർത്താവ്, ഓരോ എന്റെ ലിമിറ്റേഷൻസിനെ എനിക്ക് കാണിച്ചു തരുന്നതിനായി നന്ദി കർത്താവ്. കാരണം എന്റെ ദൈവം എപ്രകാരമെന്നും എന്റെ ദൈവം എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്നും എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ, എന്റെ കൈകൾ കൊണ്ട് ചേർത്ത് പിടിക്കുവാൻ, അല്ലെങ്കിൽ കർത്താവെ അതൊക്കെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ എനിക്ക് തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. അങ്ങനെയൊക്കെ ദൈവത്തിന് നന്ദി പറ. അതിന് ഒരു ഹ്യൂമൻ ലിമിറ്റേഷൻ അങ്ങനെ സ്വാഗതം ചെയ്തിട്ട് ദൈവസ്ഥാനത്തിൽ ഇരിക്കും. കർത്താവ് പ്രവർത്തിക്കുന്നതിനായി നന്ദി. ഒത്തിരി അത്ഭുതങ്ങൾ അങ്ങനെ പങ്കുവയ്ക്കാനുണ്ട്. അങ്ങനെ പ്രകാരം ആ സമയത്തൊക്കെ ദൈവസ്ഥാനത്തിൽ ഞങ്ങൾ രണ്ടുകൂടെ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാനിരുന്നു. യു മസ്റ്റ് ലീവ് ദി യുണൈറ്റഡ് കിങ്ഡം. ഇനി എന്തെന്ന് അറിയില്ല, മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയില്ല. ആ ഡിസിഷൻ വന്നപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി വായിക്ക്, പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ
കിടന്ന് അധ്യായം നീ വായിക്കുക. ഞാൻ ആ അധ്യായം എടുത്ത് ഓടിച്ചു വായിച്ചു. നമ്മളൊരു ടെൻഷനിലാണ് നമ്മൾ വായിക്കുന്നത്. കാരണം ഒരു കൺട്രി ലീവ് ചെയ്ത് പോകണം, 3 കുഞ്ഞുങ്ങളുണ്ട്, ഒരു കൈയോടെ തിരിച്ചു പോവുക, ജോലിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. 5 വർഷക്കാലം ആ രാജ്യത്ത് ജീവിച്ചു, പല ചോദ്യങ്ങളുണ്ട്, സ്റ്റുഡന്റ് വിസയിൽ കടന്നു പോയത്, ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതെല്ലാം ചിന്തയിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിലേക്ക്, കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഇരുന്നിട്ട് ഞാൻ അധ്യായം മൊത്തം വായിച്ചപ്പോൾ 3 വാക്യത്തെ എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് എന്റെ കണ്ണിന് മുമ്പിൽ കാണിച്ചു. ഒന്ന്, ഇങ്ങനെയുള്ള കൽപ്പന പുറപ്പെട്ടപ്പോൾ അവർ അകത്തെ തടവറയിലാക്കി അവരെ കാലും കൈ ആമത്തിലിട്ട് പൂട്ടി. ഞങ്ങളുടെ അവസ്ഥ അത് തന്നെയായിരുന്നു. ഞങ്ങളുടെ ഡിസിഷൻ വന്ന അന്ന് മുതൽ യു മസ്റ്റ് ലീവ് ദ യുണൈറ്റഡ് കിങ്ഡം എന്നുള്ള ഡിസിഷൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ ഞങ്ങളുടെ റൈറ്റ് ടു റെന്റ്, റൈറ്റ് ടു വർക്ക് അന്ന് മുതൽ ക്യാൻസലായി. ചെറിയ ജോലി പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, വാടകയ്ക്ക് താമസിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. രാജ്യം വിട്ട് കടന്നു പോയേ മതിയാവത്തുള്ളൂ. രണ്ടാമത്തെ വാക്യം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രണ്ടാമത് കർത്താവ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതായിരുന്നു. മൂന്നാമത്തത്, ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് വീടടക്കം ആനന്ദിച്ചു. ഈ 3 വാക്യം കണ്ടു. നമുക്ക് കേവലം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. 3 വാക്യമുണ്ട്, ജീവിതം 3 കുഞ്ഞുങ്ങളുണ്ട്, തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞു. ഇനി എന്ത് ചെയ്യും? കിടക്കയെടുത്ത് തിരിച്ചു പോരണം, എന്ത് ചെയ്യും? ടിക്കറ്റ് എടുക്കാനുള്ള പൈസ പോലും ഞങ്ങളുടെ കയ്യിലില്ല. ദൈവസന്നിധിയിൽ ഇരിക്കുക, കർത്താവല്ലാതെ ഉത്തരമില്ലാത്ത സാഹചര്യം. ആ സാഹചര്യങ്ങളിലൊക്കെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ തന്നെ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് പോകുന്ന സാഹചര്യങ്ങൾ. ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ അവിടെ ഉണ്ട്, എൻ്റെ സ്വന്തം സഹോദരനുണ്ട്, എൻ്റെ കസിൻസ് ഒക്കെ അവിടെ ഉണ്ട്. അവരുടെ അടുത്ത് പോലും പോകുന്നതിന് കർത്താപ്പച്ച പോകണോ, ഞങ്ങൾ പോകേണ്ടതായിട്ടുണ്ടോ, ഇവിടെയാണോ നിൽക്കേണ്ടത്? കരുതുന്ന ദൈവമായതുകൊണ്ട് ഇവിടെയും അവിടെയും കരുതലുകൾ നീ മാത്രമാ. നമ്മൾ എപ്പോഴും പറയും നമ്മുടെ ജോലിയാണ് നമ്മുടെ സോഴ്സ് എങ്കിൽ നമ്മുടെ ജോലി നിൽക്കുമ്പോൾ നമ്മുടെ പ്രൊവിഷനും നിൽക്കും. എന്നാൽ ദൈവമാണ് നമ്മുടെ സോഴ്സ് എങ്കിൽ നമ്മുടെ ജോലി നിന്നാലും പ്രൊവിഷൻ ഉണ്ട്. കാരണം ദൈവമുള്ളിടത്തോളം നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവൻ മതിയാവന. അതെന്നും ഞങ്ങൾ ദൈവത്തോട് റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. കർത്താവ്, നീയാണ് ഞങ്ങളുടെ സോഴ്സ്, നീ ഞങ്ങൾക്കുള്ളതിനാൽ സ്തോത്രം, നീ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ പ്രൊവിഷൻ ഒന്നും കുറഞ്ഞു പോകത്തില്ല. കർത്താവ് ഞങ്ങൾക്ക് അത്ഭുതം ചെയ്യുന്നതിനാൽ സ്തോത്രം. അങ്ങനെ വിശ്വാസം പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നീട് ദൈവം ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ കസിന്റെ അടുത്തോട്ട് മൂവ് ചെയ്യാനൊക്കെ പറയാനിടയായി. കാരണം ഞങ്ങൾക്ക് റെന്റിന് താമസിക്കാനുള്ള റൈറ്റ് ഇല്ല. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്തു. പിന്നീട് ഗവൺമെന്റിനെ അറിയിച്ചു ഞങ്ങൾ തിരിച്ചു പോവാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെ തിരിച്ചു പോകും അറിയത്തില്ല, പൈസയുടെ ആവശ്യങ്ങളുണ്ട്. ഞങ്ങൾ 5 പേര് ട്രാവൽ ചെയ്ത് തിരിച്ചു വരണം, ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ദൈവം, ഞാൻ കർത്താപ്പച്ചനോട് പറയും, കർത്താപ്പച്ച തിരിച്ചും ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഈ ഒരു രാജ്യത്ത് നിന്ന് 5 വർഷത്തിന് ശേഷം തിരിച്ചു പോവാ, കയ്യിലൊന്നും ഇല്ലാത്ത സാഹചര്യമാ. എന്നാൽ ഞങ്ങള് കർത്താവിന്റെ സ്വപ്നങ്ങൾ കാണിക്കാൻ തുടങ്ങി. ആൾക്കാരൊക്കെ ഓരോ സാധനങ്ങൾ കൊണ്ടു തരുന്നതൊക്കെ കർത്താവിന്റെ സ്വപ്നത്തിൽ കാണിച്ചു. എന്നോട് ദൈവം പറയാൻ തുടങ്ങി, പൗലോസൊക്കെ മോൾട്ട ദ്വീപിലേക്ക് എത്തിയപ്പോൾ അവരെ സ്വീകരിച്ചതുപോലെ നിന്നെ നിന്റെ കുടുംബത്തെ കൈക്കൊള്ളും. അവരുടെ ഹോസ്പിറ്റാലിറ്റി കാണിച്ചതുപോലെ നിന്നോട് ഹോസ്പിറ്റാലിറ്റി കാണിക്കും. ഞങ്ങളുടെ ബ്രദറിന്റെ സ്ഥലത്ത് പോകും. ദൈവത്തോട് ആലോചന ചോദിച്ചു, കർത്താവ് പോകണോ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവം അപ്പൊ അങ്ങനെ അതിന് ഉത്തരമായിട്ട് കർത്താവ് പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ അവർ നിന്നോട് ഹോസ്പിറ്റാലിറ്റി കാണിക്കും. അവർ പോയപ്പോൾ സമ്മാനങ്ങൾ കൊടുത്തു വിട്ടു. പൗലോസൊക്കെ പോയപ്പോൾ സമ്മാനം കൊടുത്തു വിട്ടു. അതുപോലെ നിനക്കുള്ളതും തന്നു വിടും. അങ്ങനെയൊക്കെ കർത്താവ് ഉറപ്പ് തരുന്നതനുസരിച്ച് സമ്മാനം കിട്ടാൻ വേണ്ടി പോയെന്നല്ല, ഞാൻ ദൈവത്തോട് പോകണോ, ദൈവത്തോട് ആലോചന ചോദിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് അതിന് ഉത്തരം എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ ഇടയായി തീർന്നു. അവിടെ മൂവ് ചെയ്തു. ആ ദേവസഭ ഞങ്ങളെ കരുതുവാൻ ഇടയായി തീർന്നു. ഞങ്ങളായിരുന്ന ദേവസഭ, ഞങ്ങളെ ദൈവജനം ഒക്കെ ഞങ്ങളെ കരുതുമായിരുന്നു കേട്ടോ. അവിടെ ആയിരുന്നപ്പോ ദേവസഭ ഞങ്ങളെ കരുതുവാൻ ഇടയായി തീർന്നു. അത് മാത്രമല്ല, പലരും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനും അല്ലാതെയൊക്കെ കാണാൻ വരുമ്പോൾ ഓരോ സാധനങ്ങൾ, ഇത് പലപ്പോഴും 2 വീട്ടില്, എൻ്റെ അച്ഛൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും അങ്ങനെ 2 വീട്ടിലായിട്ടാ സാധനങ്ങളൊക്കെ തന്നു വിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഏകദേശം ഒരു പെട്ടി, ഏകദേശം 30 കിലോയോളം ഉള്ള ഒരു പെട്ടി നിറയെ ചോക്ലേറ്റ് ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞതെല്ലാം ദൈവത്തിന്റെ സന്നദ്ധിയിലായതുകൊണ്ട് പ്രൊവിഷൻ ഒക്കെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമീകരിക്കാനിടയായി. അത് മാത്രമല്ല, ഞങ്ങൾ അവിടുന്ന് പോന്നപ്പോൾ ഞങ്ങൾ ഗവൺമെന്റിനെ ഇങ്ങനെ അറിയിക്കാനൊക്കെ ഇടയായിത്തോടും തിരിച്ചു പോരുവാന്ന്. അപ്പൊ ദൈവം എന്നോട്, ഞാൻ അതിനു മുമ്പ് ആ വാക്യം വായിച്ചിട്ടില്ല, കർത്താവ് എന്നോട് പറയുന്നിരുന്നു, മിസ്ട്രൈബർക്ക് അവരോട് കരുണ തോന്നുമാറാക്കും, അവർ പോയപ്പോൾ വെറും കൈയോടെ പോയതില്ല. ഞങ്ങൾ അവിടെ ഈ വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് സാഹചര്യം ഒക്കെ പ്രതികൂലമാ. അങ്ങനെ ദേവസ്ഥയിൽ ആ വാക്യം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താപ്പച്ച, നീ എന്നോട് പറഞ്ഞു, മിസ്ട്രൈമിയർക്ക് അവരോട് കരുണ തോന്നുമാറാക്കും, പോയപ്പോൾ വെറും കൈയോടെ പോയില്ല. അങ്ങനെയെങ്കിൽ കർത്താവ് നാട്ടിൽ പോയിട്ട് ഒരു മനുഷ്യനോട് 1 രൂപ കടം വായ്പ വാങ്ങാൻ ഇടവരിച്ചില്ല. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, അങ്ങ് ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ്
പറഞ്ഞ് പ്രാർത്ഥിക്കാനിടയും. ആ സാഹചര്യത്തിലൊക്കെ എന്ന് വെച്ചാൽ 4 വർഷത്തൊന്നും പ്രയാസങ്ങൾ വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. മാതാപിതാക്കൾക്ക് സുഖമില്ലാതെ 2 ഭവനത്തിലും പ്രയാസങ്ങൾ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആഴ്ചകളിലൊക്കെ ഞങ്ങളുടെ ഡാഡിയുടെ കാഴ്ചയൊക്കെ 80% പോയി എന്നൊക്കെ പറഞ്ഞ അവസ്ഥകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് ദൈവസഭയിൽ ആ ആഴ്ച പോയി സാക്ഷ്യം പറയും. ഒരു സൈന്യം എനിക്കെതിരെ പാളിമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുത്തില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായി വസിക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ റെസ്പോൺസസ്. ഞങ്ങൾ അന്ന് ആ രാജ്യം വിട്ടു പോകുമ്പോൾ ഞങ്ങളായിരുന്ന സഭയില് ഞാൻ പലപ്പോഴും ആ ആഴ്ചയിലൊക്കെ ദൈവം സംസാരിച്ച് എഴുന്നേറ്റ് സഭയിൽ പറയുമായിരുന്നു. അപ്പൊ ഇതൊക്കെ ആൾക്കാർ കേൾക്കുന്നുണ്ട് എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ അന്ന് തിരിച്ചു പോരാൻ നേരത്തെ അവർ രഹസ്യമായി ഞങ്ങൾക്ക് ഒരു ഫെയർവെൽ ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് ഒരൊറ്റ മൂല എഴുന്നേറ്റ് ആ ചർച്ചിലുള്ള ഓരോ വ്യക്തികളും എഴുന്നേറ്റ് സാക്ഷ്യം പറയാൻ ഇടയായി തീർന്നു. അവർ ഇപ്രകാരം പറഞ്ഞു, ഇവരുടെ വായിൽ നിന്ന് ഒരു നിരാശ പോലും ഞങ്ങൾ കേട്ടിട്ടില്ല, ഇവർ ഇത്ര പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടും ഇവർ വിശ്വാസം മാത്രം സംസാരിച്ചു, ഞങ്ങൾക്ക് ഇവരിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം വരുവാൻ ഇടയായി തീർന്നു. കാരണം കർത്താവെ, നിന്റെ നാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. കർത്താവെ, മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം മാതൃക കാണിക്കുവാൻ കർത്താവ് കൃപ തന്നല്ലോ. അതിന് ദൈവത്തിന് നന്ദി പറയാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ തിരിച്ചു ഞാൻ പറഞ്ഞല്ലോ, പോയപ്പോൾ വെറും കൈയോടെ പോയില്ല. തിരിച്ച് ഞങ്ങൾ രാജ്യം വിട്ട് പോകാൻ ഞങ്ങളുടെ ആ ഹോം ഓഫീസ് തന്നെ ഒരു കൺട്രിയാണ് ഞങ്ങളുടെ ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ ഇടയായി തീർന്നത്. ദൈവം വലിയ പ്രൊവിഷൻസ് ഞങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരുക്കൊണ്ട് ഇടയായി തീർന്നു. ഞാൻ അതിന്റെ ഇടയ്ക്കൊക്കെ ഞാനിരുന്ന് എന്റെ പ്രാർത്ഥനകളൊക്കെ പലപ്പോഴും എനിക്ക് തന്നെ അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. ദിവസം ഇന്ന് പ്രാർത്ഥിക്കാനിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്ന ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിനായി നന്ദി, രാജ്യത്തോട് കൽപ്പിച്ചിരിക്കുക സ്തോത്രം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തിരിച്ച് ഏകദേശം 3 lakh rupees ഞങ്ങളുടെ ടിക്കറ്റ് ചാർജസ് തന്നെയുണ്ട്. അതെല്ലാം ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാ അവര് എടുക്കാനൊക്കെ ഇട വന്നത്. നല്ല ഫ്ലൈറ്റില് എല്ലാം അങ്ങനെയൊക്കെ ദൈവം ചെയ്യുവാൻ ഇടയായി തീർന്നു. ഇവിടെ വന്നിട്ടാണല്ലോ ഞാൻ ദൈവത്തോട് പറയുന്നത്, പിന്നെ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യുമ്പോൾ പോലെ പെട്രോൾ അടി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരണം. നമ്മളെല്ലാവരും വിദേശത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ആയിരിക്കുമല്ലോ, അതിനൊക്കെ ചാർജസ് ഉണ്ട്, പെട്രോൾ അടിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ ദൈവത്തോട് പറയുന്നുണ്ട്, കർത്താവ് അതുപോലെ ഞങ്ങൾക്ക് കുടുംബത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വരച്ചല്ലേ. കർത്താവ് ചെയ്യുന്നതിനായ സ്തോത്രം. ഞങ്ങൾ ആ രാജ്യം വിട്ട് കടന്നു വന്നപ്പോൾ അവിടെയുള്ളവരെ പല വ്യക്തിത്വങ്ങളായി ഞങ്ങളെ കരുതാൻ ഉപയോഗിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറിയാനിടയായി ഗവൺമെന്റിന്റെ ഒരു ഫണ്ടിങ് പോലും ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതി എന്നറിയാനിടയായി തീർന്നു. അത് ചെറിയൊരു കരുതലായിരുന്നില്ല, അതൊരു വലിയൊരു കരുതലായി തന്നെ ഇപ്പോഴും ഞങ്ങളുടെ മാതാപിതാക്കളായിട്ട് ബന്ധപ്പെട്ട പല അവസ്ഥകളിലും ഞങ്ങളെ പല ആവശ്യങ്ങളുടെ മധ്യത്തിലും ഒരാളോട് വായ്പ ചോദിക്കാതെ വണ്ണം കർത്താവ് ജോലി ചെയ്ത് അധ്വാനിച്ചൊരു നന്മയിലല്ല ഞാൻ അധ്വാനിച്ചൊരു നന്മയല്ല ഞാൻ അനുഭവിച്ചത്. പകരം ഞാൻ ദേവസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന പാഴ്സമയം, ജോലി ഇല്ലാത്ത അവസ്ഥയാണോ, നിങ്ങൾ ധൈര്യത്തോടെ ദേവസ്ഥാനത്തിൽ വിതയ്ക്ക്, അതിനൊരു കൊയ്ച്ചുണ്ടാവും. നിങ്ങൾ ഇരിക്കുന്ന സമയത്തും പ്രയാസം അനുഭവിക്കുന്ന സമയത്തും മറുവശത്തൂടെ ദൈവം കരുതിക്കൊണ്ട് തന്നെ ഇരിക്കും. ഞാൻ ഞെരുക്കത്തിലൂടെ പോയപ്പോൾ, ഇല്ലായ്മയുടെ അവസ്ഥയിലൂടെ ഒക്കെ പോയപ്പോൾ കർത്താവിന്റെ സന്നദ്ധത്തിൽ വിശ്വാസം പങ്കുവച്ചപ്പോൾ ഓരോ ദിവസങ്ങളായിട്ട് അപ്പുറത്ത് കർത്താവ് ഓരോ കരുതലുകൾ ഒരുക്കുക തന്നെ ചെയ്തു. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, കർത്താവ് ദൈവത്തോട് അടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന സ്റ്റെപ്സ് ഒന്നും ദൈവം കാണുന്നില്ലല്ലോ, ഞാൻ ഇന്ന് ഇത്രമാത്രം സമയം ദൈവത്തിൽ ചെലവഴിക്കുന്നില്ല, എന്നിട്ടും എന്റെ കണ്ണുനീര് കർത്താവ് കാണുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ നിരാശയോടെ പറയുമായിരിക്കാം. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, ഒരു ഗോൾ അടിച്ചത് കൊണ്ടല്ല ഒരു കളി ജയിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ഓരോ ഇനീഷ്യേറ്റീവും, നിങ്ങൾ ദൈവത്തോട് അടുക്കാൻ വേണ്ടി എടുക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ സ്റ്റെപ്പിനെയും സ്വർഗത്തിലെ വലിയ ബോർഡില് കർത്താപ്പച്ചൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരിക്കലും അവൻ നിങ്ങൾക്ക് പ്രതിഫലം തരിക തന്നെ ചെയ്യും. വിശ്വാസത്തിൽ ഉറയ്ക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, കർത്താവ് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്നോട് ചോദിച്ചു, നീ മാത്രം എന്തുകൊണ്ടാ, നിന്റെ സഹോദരങ്ങൾക്ക് ഇല്ലാത്ത പ്രയാസത്തിലൂടെ നീ എന്തുകൊണ്ടാ കടന്നു പോകുന്നേ? ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ആ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഇങ്ങനെ അറിയപ്പെടുന്നത് യേശു സ്നേഹിച്ച കുടുംബം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ ആ വ്യക്തിക്ക് മാത്രമല്ല ചിലത് പഠിക്കാനുള്ളത്, സഹോദരങ്ങൾക്ക് പഠിക്കാനുണ്ടാവും, ആ കുടുംബത്തിന് പഠിക്കാനുണ്ടാവും, കണ്ടു നിൽക്കുന്നവർക്കും ചിലത് പഠിക്കാനുണ്ടാവും. ദൈവത്തെ സ്നേഹിക്കുന്ന കുടുംബമാണോ? ചില അസാധാരണമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലും, ദൈവത്തെ സ്നേഹിക്കുന്ന കുടുംബമാണെങ്കിലും നിങ്ങൾ വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നതാണ്. തീർച്ചയായും ചിലത് എക്സ്പെക്ട് ചെയ്യണം. കാരണം ലോകത്തിനു മുമ്പാകെ ദൈവത്തിന്റെ ശക്തിയെ പ്രകടിപ്പിക്കാൻ, ദൈവത്തിന്റെ മഹത്വത്തെ പ്രകടിപ്പിക്കുവാൻ അവൻ നിങ്ങളെ ചൂസ് ചെയ്ത് തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ചില അസാധാരണമായ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരും. അങ്ങനെ അസാധാരണമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എന്തിനെന്നറിയാവോ? അപ്പൊ 11-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതുന്നുണ്ട്,
യേശു അത് കേട്ടിട്ട് ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രന് മഹത്വപ്പെടേണ്ടതിനും ദൈവത്തിന്റെ നാമം മഹത്വത്തിനുമായിട്ട് അത്രേ എന്ന് പറഞ്ഞു. അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ലിമിറ്റേഷൻ ആയിക്കോട്ടെ, നമ്മൾ പറയണം ഇതിലൂടെ കർത്താവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്, വചനം അനുസരിച്ചാണ് നിൽക്കുന്നത്, പരിശുദ്ധാത്മാവിൽ ബലപ്പെട്ടാണ് നിൽക്കുന്നത്. ഇപ്രകാരം പറയണം, എന്റെ ദൈവത്തിന്റെ നാമം ഇതിലൂടെ മഹത്വപ്പെടും, ദൈവപുത്രൻ എന്നിലൂടെ മഹത്വപ്പെടും, ഈ സാഹചര്യത്തിലൂടെ മഹത്വപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. അങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അപ്രകാരം തന്നെ സന്തോഷിക്കുക, അങ്ങനെ അപ്രകാരം തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ 11-ാം അധ്യായത്തില് മാർത്തയുടെയും മറിയയുടെ അവസ്ഥകൾ, മറിയാണെങ്കിൽ ലാസറിനോട് ചോദിച്ച ലാസർ പറയും, എന്റെ സഹോദരങ്ങൾക്ക് ഇല്ലാത്ത അവസ്ഥകളിലൂടെ ഞാൻ കടന്നുപോയി. സഹോദരങ്ങൾക്ക് വിശ്വാസത്തിന്റെ ടെസ്റ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് കല്ലറയുടെ അവസ്ഥയുണ്ടായിരുന്നു, എനിക്ക് ഇരുട്ടിന്റെ അവസ്ഥകളുണ്ടായിരുന്നു, എന്റെ കൈയും കാലും കെട്ടിയ അവസ്ഥകളുണ്ടായിരുന്നു, അങ്ങനത്തെ അവസ്ഥകളിലൂടെ നാറ്റം വെച്ച അവസ്ഥയായിരുന്നു എന്റേത്. അങ്ങനെയായിരുന്നുവെങ്കിൽ അങ്ങനെയായിരുന്നുവെങ്കിൽ ലാസറിന്റെ അവസ്ഥ അപ്രകാരമായിരുന്നു, ഇരുട്ടിന്റെ അവസ്ഥയായിരുന്നെങ്കിൽ 11-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുന്നുവോ, അവന്റെ പേരിന് മാറ്റിയൊരു അവസ്ഥയാ. 12-ാം അധ്യായത്തിൽ യേശു മരിച്ചു ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനയിലേക്ക്. 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മാർത്തയുടെയും മറിയും താമസിച്ച ബഥാനയിലേക്കെങ്കിൽ ലാസർ ചില അവസ്ഥകളിലൂടെ കടന്നു പോയത് എന്തെന്നറിയോ? നിന്റെ സഹോദരങ്ങൾക്കില്ലാത്ത അവസ്ഥകളിലൂടെ ലാസർ കടന്നുപോയെങ്കിൽ അവന്റെ പേരിനൊരു മാറ്റം സംഭവിക്കേണ്ടിയിരുന്നു. അവന് ചില പേരുകൾക്ക് മാറ്റം വരണമെങ്കിൽ, ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ, ചില അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കണമെങ്കിൽ അതിന്റെ ചില സാഹചര്യങ്ങളിലൂടെ, നമ്മൾ ഹ്യൂമൻ ആയിട്ടുള്ള ലിമിറ്റേഷൻസിലൂടെ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അതുവരെയും നടക്കാത്ത, അതുവരെയും ഇല്ലാത്ത ചില അവസ്ഥകൾ, സഹോദരങ്ങൾക്കില്ലാത്ത, മാതാപിതാക്കൾ അനുഭവിക്കാത്ത, സഭയിൽ ആരും കടന്നു പോകാത്ത അവസ്ഥകളിലൂടെ ചില വ്യക്തിത്വങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കേൾക്കുന്ന ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, ദൈവത്തിൽ ആശ്രയിച്ച് അടിയുറച്ചു നിൽക്കുക, വിശ്വാസം പറ, ദൈവത്തിൽ ആശ്രയിക്കുക. കാരണം ഇനി നിങ്ങൾ പറയാൻ പോകുന്ന സാക്ഷ്യം അത് മറ്റാരും പറഞ്ഞതുപോലെ ആയിരിക്കത്തില്ല, അതൊരു വ്യത്യസ്തതയുള്ള സാക്ഷ്യമായിരിക്കും, ദൈവത്തെ അറിഞ്ഞതിന്റെ ഒരു അനുഭവം ആയിരിക്കും. നിങ്ങളുടെ പേര് മാറുക തന്നെ ചെയ്യും. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, കർത്താവേ, ജീവിതത്തിന്റെ എന്തവസ്ഥയാ, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തുവാ, ഞാൻ എങ്ങനെയായി തീരേണ്ടത് കർത്താവേ? എന്നാൽ ജീവിതത്തിലെ ഏത് കഷ്ടതയുടെ നടുവിലും ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കുന്നെങ്കിൽ അവൻ ആകാശം ചായച്ചിറങ്ങി വരിക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിൽ എന്നോടൊരു വ്യക്തി ഒരു ചോദ്യം ചോദിച്ചു, നിന്റെ സഹോദരങ്ങൾക്കില്ലാത്തത് എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ വരുന്നത്? എന്റെ ഒരു പ്രയാസമായിട്ടായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ട്, എന്റെ കുറവായിട്ടായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആ കുറവ്, ആ ചോദ്യമായിട്ട് പലപ്പോഴും മനുഷ്യർ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ മാനുഷികമായ റെസ്പോൺസ് ഉണ്ട്, അതിന് ഉത്തരം പറയുക എന്നുള്ളത്. എന്നാൽ ഞാൻ ആ ചോദ്യമായി ദൈവസന്നിധിയിലേക്ക് ഇരുന്നപ്പോൾ അവൻ എന്നെ ഈ അധ്യായത്തിലേക്ക് നടത്തി എനിക്ക് വെളിപ്പാടുകളും ദർശനങ്ങളും തരാൻ തുടങ്ങി. കർത്താവ് സ്വപ്നങ്ങളിലൂടെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും, ഏത് ചോദ്യങ്ങളുടെ മുമ്പിൽ മാനുഷികമായി റെസ്പോണ്ട് ചെയ്യാതെ ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുക, എന്റെ കർത്താവിനെ അനുഭവിക്കാൻ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാൻ സ്തോത്രം. അപ്പാ, അങ്ങനോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഹൃദ്യമായ ശബ്ദം നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൽ വ്യത്യസ്തമായ കഠിനത്തിന്റെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, ദൈവത്തിന് നന്ദി പറയാ, ദൈവത്തെ അധികം സ്തുതിക്കുക, പാട്ടുപാട്, ദൈവത്തെ ആരാധിക്കുക. കാരണം ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊന്ന് പുറത്തു വരും. അന്ന് നിങ്ങൾ ദൈവവചനം, എന്നോട് പണ്ട് ചെറിയ പ്രായമുള്ള ദൈവശബ്ദങ്ങൾ, അതിനെ ഞാൻ ഇരമ്യാവിനെ പോലെ ഒരു കരയുന്ന പ്രവാചികയായിട്ടാണ് കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നീ ദൈവവചനമായിട്ട് നിൽക്കുന്നത് കാണും. ഇതൊക്കെ ദേവദാസന്മാരെ ആലോചിച്ച് പറയുമ്പോൾ ഞാൻ ചിന്തിക്കും, ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാ? കാരണം എന്റെ ജീവിതമായിട്ട് അത് ഒരിക്കലും യോജിച്ചു പോകുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള അവസ്ഥകളൂടെ കടത്തിവിട്ട് പറഞ്ഞത് ദൈവമായതുകൊണ്ട് അവനെ ചിലത് പൂർത്തീകരിച്ചേ മതിയാവൂ. ഇന്ന് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. കാരണം എന്റെ ജീവിതത്തിലെ ഏത് സാഹചര്യം, എന്റെ കുഞ്ഞുങ്ങളാണെങ്കിലും, എന്റെ വിദ്യാഭ്യാസമാണെങ്കിലും, ദൈവം എനിക്ക് തന്ന സകലതും ദൈവത്തിന്റെ നാമം മഹത്വത്തിനായി സമർപ്പിച്ച് ദൈവസ്ഥാനത്തിൽ ഓരോ ചുവടുകളും വെക്കേണ്ടതിന് കർത്താവിന്റെ സന്നിധി സമർപ്പിച്ചായിരിക്കുമ്പോൾ കർത്താവ് ഉപയോഗിക്കുന്നവർ നന്ദി പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, എന്റെ ആരും കാണാത്ത സാഹചര്യം ഞാൻ ഡിക്ലെയർ ചെയ്തുപോലെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കേവലം ഒരു വ്യക്തി വന്ന് സാക്ഷ്യം പറയുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് അന്ന് ദേവസ്ഥാനത്തിൽ എടുത്ത് നമ്മൾ രഹസ്യത്തിൽ ഇരുന്ന് പറയുന്നത് പരസ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. സൂം മീറ്റിങ്ങുകള്, ദേവസഭകളില്, വ്യക്തിപരമായി കുഞ്ഞുങ്ങളോട്, സഹോദരിമാരോട് ഒക്കെ ദൈവത്തെ പങ്കുവയ്ക്കുവാൻ കർത്താവ് അന്ന് തന്ന അനുഭവങ്ങളാ ഇന്ന് ഉപയോഗിക്കുന്നത്. ദൈവത്തിന് ഈ സമയം എനിക്ക് അനുവദിച്ചു തന്ന പ്രിയപ്പെട്ടവരോടൊക്കെ നന്ദി പറയുന്നു. ഞാൻ അല്പസമയം അധികം എടുത്തെങ്കിൽ ദൈവനാമത്തിൽ ക്ഷമ ചോദിക്കുന്ന കർത്താവ് നിങ്ങളെ ഓരോരുത്തരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ആമേൻ. താങ്ക് യു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസിയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഓരോ സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്നെ ധാരാളം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വഴികളെ കുറിച്ച് ദൈവം